കരുണാനിധിയും സ്നേഹവാനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ ദൈവമേ, വീണ്ടും കർത്താവെ ഈ ഒരാഴ്ചയ്ക്ക് ശേഷം കർത്താവെ ഇന്ന് കൂട്ടായ്മയായിട്ട് അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന ഈ നല്ല സാവകാശത്തിനായിട്ട് സമയത്തിനായിട്ട് സ്തോത്രം. ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കൂട്ടായ്മയെ മുറ്റും ഞങ്ങളുടെ കരങ്ങളൂട്ടങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ സ്തോത്ര. ഹല്ലേലൂയ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും കർത്താവെ അങ്ങയ്ക്ക് പ്രസാദകരമാകണം. അടിയങ്ങൾക്കത് അനുഗ്രഹമായി തരുമെന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പ. ഓരോ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാവരെയും പേരുപേരായും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ കൂട്ടായ്മ വളരെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം ധ്യാനിക്കുന്നവരെ കർത്താവെ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരെ, പ്രത്യേകിച്ച് കർത്താവെ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരെ, ഇവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശന്റെ മറവിൽ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഇന്നത്തെ ആരാധനയൊക്കെ അനുഗ്രഹമായി തീർന്നെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇൻസ്ട്രുമെന്റ് കൈകാര്യം ചെയ്യുന്ന കർത്താവെ സഹോദരനെ, കർത്താവ് ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന മകനെ, കർത്താവെ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന മകനെ, എല്ലാവരെയും കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തടസ്സങ്ങളൊന്നും കൂടാതെ, പ്രതിങ്ങളൊന്നും കൂടാതെ എല്ലാം അനുഗ്രഹമായി തരുവാനും അങ്ങയ്ക്ക് പ്രസാദത്തിനിടയ്ക്ക് പ്രാർത്ഥിക്കുകയാണ് അപ്പ. അടിയങ്ങൾക്ക് ഒഴുവാനൊന്നുമില്ല, അടിയങ്ങളുടെ കരങ്ങളിലൊന്നുമില്ല, എല്ലാം അങ്ങയുടെ കരങ്ങളോട്ട് ഏൽപ്പിക്കുകയാണ് അപ്പ. സ്തോത്ര. ഹല്ലേലൂയ. വചനം ശുശ്രൂഷിക്കുന്ന മകനെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശന്റെ മറവിൽ നിലനിർത്തണം കർത്താവെ. കർത്താവെ, ഇന്ന് കർത്താവെ അടിയങ്ങൾക്ക് കർത്താവെ ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവെ ഒരു വചനം കേൾക്കുവാൻ തക്കണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കൂട്ടായ്മയിലേക്ക് ഇനി ആരെങ്കിലും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യാത്രയിലായിരിക്കുന്നെങ്കിൽ അവരെയും കർത്താവെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് നിയന്ത്രിക്കണം. മുൻപും പിൻപും വശങ്ങളിലേക്കും പോകുന്ന വാഹനങ്ങളെയും കർത്താവ് നിയന്ത്രിക്കണം. കൂട്ടായ്മയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ ഹോളിനുള്ളിൽ കർത്താവ് സന്തോഷം പങ്കിടുവാൻ, അങ്ങ് ആരാധിപ്പാനും അങ്ങ് മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹോളിനെ കർത്താവെ കുഞ്ഞാട് രക്തയാൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു, ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. അല്പസമയം കർത്താവെ അടിയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. രാഴ്ചാനോർത്ത് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന ബാബുച്ചാനയുമായും കൂടാൻ പ്രാർത്ഥിക്കുന്നു. ബേക്കുട്ടച്ചാനമായും പ്രത്യേകം കർത്താവെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പ. അടിയന്റെ ബലങ്ങളെ കുറവുകളൊന്നും കർത്താവ് തടസ്സമാകരുത്. പ്രാർത്ഥിക്കേണ്ട പാപങ്ങളൊന്നും തടസ്സമാകരുത്. പ്രാർത്ഥന ഘടനായി സ്തോത്രം. മാനവ മഹത്വം നിർത്താതെ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമ്മൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് നമ്മളോട് കാണിച്ച ദയക്കായി സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൽ കരം നീട്ടിയിടുമേ. എന്റെ കാൽവരി നാഥനാം യേശു മതി, നിന്റെ പാപങ്ങളൊക്കെ അകറ്റിയിടുവാൻ. ഹല്ലേലൂയ. ഈ 8ാമത്തെ മാസം, ഹല്ലേലൂയ, ഈ പകൽക്കാലം നമ്മൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം നമ്മളോട് കാണിച്ച ദയക്കായി സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഈ ഹാളിലും സൂമിലുമായി കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നമ്മൾക്ക് ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ, തന്റെ മാധുര്യമേറിടും നാമമതി സ്തുതിഗീതങ്ങൾ പാടിടും നാം. ഒരുമിച്ച് നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതി സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതി സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൽ കരം നീട്ടിടുമേ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൽ കരം നീട്ടിടുമേ. എന്റെ കാൽവരി നായകനേശു മതി, നിന്റെ പാപങ്ങൾ അകറ്റിടുവാൻ. എന്റെ കാൽവരി നായകനേശു മതി, നിന്റെ പാപങ്ങൾ അകറ്റിടുവാൻ.
യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നും യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. പരൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ. പരമൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകറ്റിടുമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകറ്റിടുമേ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. മാധുര്യമേറിടും നാമമതി സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതി സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എൻ്റെ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിയിടും ഞാൻ. ഹല്ലേലൂയ. ഈ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. 32-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. Psalms 32. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെയിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കുന്ന വഴി നിന്നെ കാണിച്ചു തരും. ഞാൻ നിന്റെ മുഖത്ത് വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നമുക്ക് ചേർന്ന് വായിക്കാം. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാൻപിൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. നമ്മുടെ സജി ബ്രദർ മുന്നോട്ട് വന്ന് ഇതിനെക്കുറിച്ച് സങ്കീർത്തനം 32 കുറിച്ച് ധ്യാനിക്കും. Praise the Lord. ഏകദേശം 2 മാസത്തോളം ഞാനിവിടെ ഫാസ്റ്റ് പ്രേയറിന് വരാൻ സാധിച്ചില്ല. നാട്ടിലായിരുന്നു, യാത്രയിലായിരുന്നു. ഇടയ്ക്ക് ഒരാഴ്ച വന്നെങ്കിലും ഇപ്പം കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പം സംഗീതം ധ്യാനിക്കാനായിട്ട് രാജനങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് 32-ാമത്തെ സങ്കീർത്തനം വളരെ അനുഗ്രഹപ്പെട്ട സങ്കീർത്തനമാണ്. നമ്മുടെ ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനം. ഇറ്റ് ഈസ് നോൺ ആസ് പെനിറ്റൻഷ്യൽ സാംസ്. അതാണ് പശ്ചാത്താപം ചെയ്യുന്ന സങ്കീർത്തനം. 7 സങ്കീർത്തനമുണ്ട് ഈ പെനിറ്റൻഷ്യൽ സാം എന്ന് പറഞ്ഞ റിപ്പൻറ്റൻസ്, സാംസ് ഓഫ് റിപ്പൻറ്റൻസ്. സങ്കീർത്തനം 6, 32, 38, 51, 102, 130, 143. So there are 7 such psalms. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനം 32.
ഇവിടെ ദാവീദ് രാജാവ് പാപത്തിനോടിച്ചുള്ള പാപം ഏറ്റു പറയുന്ന ആ ഒരു അനുഭവം ദൈവസന്നിധിയിൽ വന്ന് ഏറ്റു പറയുമ്പം ആ വരുന്ന അനുഭവത്തിനോടിച്ച ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. നമ്മൾ ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പം നമുക്ക് 6 ഭാഗങ്ങളായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ നമ്മുടെ പാപങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, റെക്കഗ്നിഷൻ ഓഫ് സിൻ ആൻഡ് ടെൻഡൻസി ടു സിൻ. നമ്മുടെ പാപങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഏറ്റു പറയുന്നത് എങ്ങനെ? പലപ്പോഴും നമ്മുടെ പാപങ്ങൾ നമ്മളത് മറച്ചു വെക്കാൻ ശ്രമിക്കും. മറച്ചു വെച്ചാൽ ഈ പാപം അല്ലല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പാപം ഒരുപക്ഷെ നമ്മൾ അറിയാതെ മറിച്ചു പോകുന്നു, ഒരുപക്ഷെ പാപം അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ശരിയാന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ പാപം മനസ്സിലാക്കിയിട്ട് വരെ അതിനെ മറിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിലോട്ട് അതിൻ്റെ അടുത്ത് വരാൻ നമുക്ക് സാധിക്കുകയില്ല. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞ റിയലൈസേഷൻ ദാറ്റ് സിൻ വാസ് റിബല്യൻ അഗെയിൻസ്റ്റ് ഗോഡ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ അത് ദൈവത്തിന് വിരോധമായിട്ടുള്ള പ്രവൃത്തിയാണ്. വി ആർ റിബല്ലിങ് അഗെയിൻസ്റ്റ് ഗോഡ്. ഈ ഒരു ചിന്ത നമ്മൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കാണണം. നമ്മൾ പാപം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാളുടെ വിരോധമായിട്ടായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ മറ്റേ ആർക്കും ദോഷം വരുമോ, അവർ കുറിച്ച് മോശമായിട്ട് പ്രവർത്തിക്കുമോ, എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഒരുപക്ഷെ ഒരാളെയോ പല ആൾക്കാരെ അത് ബാധിച്ചെന്നിരിക്കും. എന്നാൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപം ചെയ്യുമ്പം നമ്മൾ ദൈവത്തിൻ്റെ വിരോധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മുടിയനായ പുത്രൻ, പ്രോഡിഗൽ സൺ, സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അവിടെ പറയുന്ന ഒരു വാക്യം, ഐ ഹാവ് സിൻഡ് അഗെയിൻസ്റ്റ് ഹെവൻ ആൻഡ് അഗെയിൻസ്റ്റ് മൈ ഫാദർ. നമ്മൾ സ്വർഗസ്നായ നമ്മുടെ പിതാവ്, സോ ഹെവൻ ഉദ്ദേശിക്കുന്ന അവിടെ ദൈവം ഇരിക്കുന്ന സ്വർഗത്തിലാണ്. എന്നാൽ നമ്മൾ ഐ ഹാവ് സിൻഡ് അഗെയിൻസ്റ്റ് ഹെവൻ എന്ന് പറയുമ്പം അവിടെ മനസ്സിലാക്കുന്നത് ദൈവത്തിന് വിരോധമായിട്ട് അവൻ പ്രവർത്തിക്കുകയും ഹി ഹാസ് റിബിൾഡ് അഗെയിൻസ്റ്റ് ഗോഡ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, അവൻ്റെ ഭൂമിയിലുള്ള അവൻ്റെ പിതാവിൻ്റെ വിരോധമായിട്ട് അവൻ പ്രവർത്തിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുക, അഡ്മിറ്റിംഗ് സിൻ, കൺഫെസിങ്. പാപം ഏറ്റു പറയാതെ ദൈവത്തിനെല്ലാം അറിയാം, ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല ദൈവസന്നിധിയിൽ. എന്നാൽ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്തോ, നമ്മൾ അത് ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിലോട്ട് അടുത്ത് വരണമെന്ന്. സോ ഈ ഒരു ചിന്ത 1 യോഹന്നാൻ 1:9 പറയുന്നത്, ഇഫ് വി കൺഫെസ് അവർ സിൻസ് he is faithful and just and will forgive us our sins and purify us from all unrighteousness. നമ്മുടെ എല്ലാ പാപങ്ങളും മായ്ച്ചു കളയാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിന് മനസ്സുണ്ട്. എന്നാൽ ദൈവസന്നിധിയിലോട്ട് അടുത്ത് വരികയും നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്ന ആ ഒരു കൺഫെഷൻ, അത് വളരെ അത്യാവശ്യമാണ്. നാലാമത് റിപ്പൻറ്റൻസ്. റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പം, പശ്ചാത്താപം എന്ന് പറയുമ്പം, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ടേണിങ് അവേ ഫ്രം എനിത്തിങ് ഒപ്പോസ് ടു ട്രൂത്ത്. നമ്മൾ പാപം ചെയ്തു, പാപത്തിന് തിരിച്ചറിവായി, പാപം നമ്മൾ ഏറ്റു പറയുന്നു. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? ഒരു യൂ ടേണിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ആ പോയിരിക്കുന്ന വഴിയിൽ നിന്ന് തിരിച്ച് എങ്ങോട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്? നമ്മൾ ദൈവസന്നിധിയിലോട്ട് വരണം. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലോട്ട്, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവസന്നിധിയിലോട്ട് അടുത്ത് വരണം. അല്ല നമ്മൾ ആ പാപം മനസ്സിലാക്കിയിട്ട് അതിൽ തന്നെ യാത്ര ചെയ്യാം. നോട്ട് ടു കണ്ടിന്യൂ യുവർ ജേർണി ഓഫ് സിൻ. ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, ആ പാപം അതിൽ നിന്ന് നമ്മൾ തിരിച്ച്, അതിൽ നിന്ന് മാറി നാം ദൈവസന്നിധിയിലോട്ട് വരണം. അതാ മുടിയനാ പുത്രൻ അവിടെ കാണിച്ചത്. ദൈവസന്നിധിയിൽ അവനത് മനസ്സിലായി, അവൻ്റെ പാപം മനസ്സിലായി. അന്നേരം ആദ്യത്തെ അവൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ തിരിച്ച് എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ട് പോകും. അവൻ ചെയ്ത പാപം എവിടെ അവന് മനസ്സിലായി. ആ തിരിച്ചറിവ് ദൈവം അവന് കൊടുത്തപ്പം അവൻ തിരിച്ച് പിതാവിൻ്റെ സന്നിധിയിലോട്ട്, പിതാവിൻ്റെ ഭവനത്തിലോട്ട് പോകണമെന്ന്. ദാറ്റ് ഇസ് ദ പ്രോംപ്റ്റിംഗ്. അത് അവൻ അനുസരിച്ചു. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന, കർത്താവ് യേശു ക്രിസ്തു മത്തായി എഴുതിയ 3-ാം അധ്യായത്തിൽ 2-ാം വാക്യം, റിപ്പന്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് കം നിയർ. സോ കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്, റിപ്പന്റ്. നിങ്ങൾ പാപം ഏറ്റു പറഞ്ഞ് തിരിച്ചെൻ്റെ സന്നിധിയിലോട്ട് വാ. ദ കിങ്ഡം ഓഫ് ഗോഡ്,
സോ ഇത് നമ്മുടെ റിപ്പൻറ്റൻസിന്റെ ആ ഒരു ഭാഗം, നമ്മളും ദൈവരാജ്യം ആ ഒരു 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 സ്റ്റെപ്പ് അതിലോട്ട് കടന്നു വരാൻ, ടു കം ബാക്ക് ടു ദ കിങ്ഡം. സോ ഇഫ് യു ഡോണ്ട് റിപ്പൻറ്റ്, നമുക്ക് സ്വർഗരാജ്യത്തിലോട്ട് വരാൻ, ദൈവരാജ്യത്തിലോട്ട് വരാൻ, ഇറ്റ് ബിക്കംസ് എൻ ഓബ്സ്റ്റക്കിൾ. അഞ്ചാമത്തെ, ട്രസ്റ്റ് ഇൻ ഗോഡ്സ് വില്ലിംഗ്നെസ് ടു ഫൊർഗിവ് അവർ സിൻസ്. ദൈവം ആഗ്രഹിക്കുന്ന എന്താ? എപ്പോഴും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണം. എൻ്റെ മക്കൾ എൻ്റെ സന്നിലോട്ട് തിരിച്ചു വരണം. ഗോഡ് ഇസ് വില്ലിംഗ് ടു ഫൊർഗിവ് അവർ സിൻസ്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറയുമ്പം ഗോഡ് ഇസ് വില്ലിംഗ് ടു അക്സെപ്റ്റ്. മുടിന പുത്രന്റെ ആ പാരബിൾ, പിതാവ് അവിടെ നോക്കിയിരിക്കുക, ആ മകൻ തിരിച്ചു വരും, എന്നെങ്കിലും തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സോ വെൻ ഹി സീസ് ഫ്രം afar, he goes out and greets his son. എന്നാ പുത്രൻ എന്തോ പ്രതീക്ഷിച്ച്, പിതാവിന്റെ വീട്ടിൽ അനേക വേലക്കാരുണ്ട്, അവർ കഴിക്കുന്ന ഭക്ഷണം പോലും എനിക്ക് കിട്ടുന്നില്ല, അവിടെ ഒരു വേലക്കാരൻ്റെ ഒരു ജോലി എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ആ ഭക്ഷണമെങ്കിലും കിട്ടിയേനെ. അവൻ്റെ ആഗ്രഹം എന്തോ, അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ. എന്നാൽ പിതാവിൻ്റെ റിയാക്ഷൻ എന്തുവായിരുന്നു? പിതാവ് അവൻ്റെ ചെയ്ത തെറ്റുകളെല്ലാം അത് ക്ഷമിക്കുകയും അത് മറക്കുകയും അവൻ്റെ പുത്രനായിട്ട് പിന്നെ സ്വീകരിച്ച് ഈ ഹോസ്റ്റഡ് എ ബാങ്ക്വറ്റ്. അവിടെ പിതാവ്, ഈ പാരാബിള് ഇത് നടന്ന ഒരു സംഭവമല്ല, ഇറ്റ്സ് എ പാരാബിൾ ദാറ്റ് ജീസസ് സെഡ് ടു ഡിസ്ക്രൈബ് ദ ഫോർഗിവ്നെസ്, ദ റിപ്പൻറ്റൻസ്, ദ ലവ് ഓഫ് ഗോഡ്. നമ്മൾ നമ്മുടെ പാപങ്ങൾ ചെയ്ത് തിരിച്ച് ദൈവസ്ഥാനിലോട്ട് പോകുമ്പം ദൈവം ഇതുപോലെ നമുക്ക് വേണ്ടി നോക്കിയിരിക്കുക. When a sinner turns back to the kingdom of God, when he comes back, there is a banquet in heaven. അവിടെ ഒരു വലിയൊരു ആഘോഷം നടക്കുക. എൻ്റെ ഒരു മകൻ, എൻ്റെ ഒരു മകൾ തിരിച്ച് എൻ്റെ സ്ഥലത്തോട്ട് വന്നു. ലാസ്റ്റ് കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ ആ ഒരു ക്ഷമ, ഫോർഗിവ്നെസ്, നമ്മളത് സ്വീകരിക്കുക. നമ്മൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ക്ഷമിച്ചു എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ഒരു കാര്യം ഉറപ്പ് വരുത്തണം, കർത്താവ് നമ്മുടെ ആ പാപം ക്ഷമിച്ചിരിക്കുന്നു. അത് നമ്മൾ സ്വീകരിക്കണം. സ്വീകരിച്ചില്ലെങ്കിൽ കർത്താവ് ക്ഷമിച്ചു എന്നുള്ള കാര്യം ശരി, അത് നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നില്ല. പിന്നെയും തികട്ടി ഇരിക്കുന്നു നമ്മുടെ ആ പാപം, നമ്മുടെ ഉള്ളിൽ അത് ദഹിക്കാതെ എപ്പോഴും നമ്മുടെ ചിന്തയിൽ എപ്പോഴും ആ പാപത്തിൽ തന്നെ നമ്മൾ കിടക്കുന്നു. എന്നാൽ when we repent and we confess and we believe that Jesus is willing to forgive, കർത്താവ് അത് ക്ഷമിച്ചു എന്ന് വിശ്വസിക്കുക. ഈ 6 കാര്യങ്ങൾ ഈ സങ്കീർത്തനം കൂടെ നമുക്ക് കാണാം. 3-ാമത്തെ 4-ാമത്തെ വാക്യം, 1-2 വാക്യം അവസാനം ഞാൻ വരാം. When I kept silent, my bones wasted away through my groaning all day long. For day and night your hands was heavy on me. My strength was sapped as in the heat of summer. ഇവിടെ പാപങ്ങൾ ഏറ്റു പറയാതെ മിണ്ടാതിരുന്ന സമയത്ത് ശരീരത്തിൽ വരുന്ന ആ വേദനകള്, പ്രയാസങ്ങള്, ദൈവത്തിൽ നിന്ന് ദൈവസന്നിധി നമുക്ക് കിട്ടുന്ന ആ ഒരു പണിഷ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങള്, അതാ ഇവിടെ സങ്കീർത്തനകാരൻ പറയുന്നത്. എന്നാൽ ദൈവം ഇതെല്ലാം അറിയുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ട് ദൈവം അവിടെ മിണ്ടാതിരിക്കുവല്ല, ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, then I acknowledged my sin. പാപത്തിൽ ജീവിച്ച് ദാവീദ് രാജാവ്, പാപം ചെയ്ത് ദാവീദ് രാജാവ് അവിടെ ആ പാപത്തിന്റെ ഇതിൽ പ്രയാസപ്പെട്ട് വേദനപ്പെട്ട് കഴിയുമ്പോൾ ഒരു തിരിച്ചറിവ് വന്നു. നാഥാൻ പ്രവാചകൻ വന്ന് രാജാവിനോട് പറയുന്നു, രാജാവിൻ്റെ പാപം ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ വന്നപ്പം പാപം മനസ്സിലാക്കിയപ്പം ദാവീദ് രാജാവിൻ്റെ ആ ഒരു റിയാക്ഷൻ, അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളോട് ഒരു പാപം, ഒരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കുന്നു? ആർ വി റിയാക്ടിങ് പോസിറ്റീവ്ലി? നമ്മുടെ പാപം ഒന്ന് മനസ്സിലാക്കി അത് ദൈവസന്നിധിയിൽ നമ്മൾ വരുന്നോ? അതെയോ നമ്മൾ അതിനെ കവറപ്പ് ചെയ്ത് അത് എതിർക്കാനും നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്യാനാണ് നമ്മുടെ ശ്രമം? എന്നാൽ രാജാവ്, ഹി വാസ് പവർഫുൾ, ഹി കുഡ് ഹാവ് പണിഷ്ഡ് പ്രോഫറ്റ് നാഥാൻ. പക്ഷേ അവിടെ രാജാവ് സ്വന്തം കുറ്റം ഏറ്റെടുത്തു. ഹി അണ്ടർസ്റ്റുഡ് ഹിസ് മിസ്റ്റേക്ക്. Then I acknowledged my sin to you and did not cover up my iniquity. I said, I will confess my transgressions to the Lord, and you forgave the guilt of my sin. ഇവിടെ ഏറ്റു പറഞ്ഞുകൊണ്ട് ക്ഷമ ലഭിച്ചത്. If he had not confessed, there was no forgiveness for him. ഇത് ഏറ്റവും വലിയ നമ്മൾ കാര്യം അറിയേണ്ടത്. എന്നാൽ ദൈവം നമ്മളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലേ?
6-7 അവിടെ ദാവീദ് രാജാവ് ക്ഷമ ലഭിച്ചതിന് ശേഷം മറ്റ് വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമാണ്. Therefore, let all the faithful pray to you, while you may be found. Surely the rising of the mighty waters will not reach them. You are my hiding place. You will protect me from trouble and surround me with songs of deliverance. അതുകൊണ്ട് വിശ്വാസികളോട് പറയുന്നത് ദൈവസന്നിധിയുടെ അടുത്ത് വന്ന് ദൈവത്തെ ആരാധിക്കാൻ when he can be found. ഒരു സമയം വരെ ദൈവം നമ്മളെ ക്ഷമിച്ച് നമ്മളോട് സ്നേഹം കാരണം ക്ഷമിച്ചുകൊണ്ടിരിക്കും. But there's a point when God will not reveal himself to us. He'll stop speaking to us. പക്ഷെ നമ്മൾ ആ പോയിന്റ് വരെ പോകില്ലേ. ദൈവം നമ്മളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അത് 8-ാം വാക്യത്തിൽ കാണാം. I will instruct you and teach you in the way you should go. I will counsel you with my loving eye on you. ഇവിടെ ജനസിസ് നമ്മൾ കാണുന്നു കെയിന്റെ അനുഭവം. ഏബിൾ ആൻഡ് കെയിൻ. കെയിന്റെ മനസ്സിൽ ഒരു പാപം അല്ലെ ഒരു പാപ സ്വഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് വന്നു. കെയിന്റെ മാതാവ് പിതാവ് അത് കാണുന്നതായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. മേ ബി ഹിസ് പേരൻസ് ഡിഡ് നോട്ട് സീ. കെയിന്റെ മനസ്സിൽ അവൻ്റെ ഉള്ളിൽ വരുന്ന ആ മാറ്റങ്ങൾ സ്വന്തം മാതാപിതാക്കളിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നാൽ ദൈവം അത് കാണുന്നു, ദൈവം അവിടെ അറിയുന്നു. എന്നിട്ട് ദൈവം അപ്രോച്ചസ് കെയിൻ. കെയിനോട് പറയുന്നു നിന്റെ ഉള്ളിൽ വരുന്ന ആ ചിന്ത. He sees that sin is building up in Cain. ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. So he is speaking to Cain. ദൈവം അവിടെ അവനോട് സംസാരിച്ചു. To turn back from his sinful ways. അവന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിൽ നിന്ന് പിന്മാറാൻ ദൈവം അവിടെ പറയുന്നു. ഇതുപോലെ ദൈവം നമ്മളോട് പലപ്പോഴും സംസാരിക്കുന്നുണ്ട്. He is talking to us. Are we listening to him? നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചെവികൾ നമ്മൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? ആദ്യമോ നമ്മളത് ഇഗ്നോർ ചെയ്യുന്നോ? അത് നമ്മൾ കേൾക്കാതെ പോകുന്നോ? നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ അതിൽ സന്തോഷമായിട്ട് നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നോ? Or are we stopping and willing to listen to the voice of God? പുതിയ നിയമത്തിൽ യോഹന്നാന്റെ പുസ്തകത്തിൽ കർത്താവ് അവിടെ പറയുന്നത്, but the counselor, the Holy Spirit, whom the Father will send in my name, will teach you all things and will remind you of everything that I said to you. So ഇത് പഴയ നിയമത്തിൽ ദൈവം സംസാരിച്ചതല്ല, കെയിനോട് ദൈവം സംസാരിച്ചതല്ല, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചതല്ല, മോശയോട് മാത്രം സംസാരിച്ചതല്ല, പ്രവാചകന്മാർ അനേകരോട് ദൈവം സംസാരിച്ചു. എന്നാൽ ഇപ്പോഴും ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. അതായത് കർത്താവ് പറഞ്ഞ ഞാൻ പോയതിനു ശേഷം the Holy Spirit will come and he will guide you, he will counsel you, he will teach you. So ഇപ്പോഴും ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. But we have to be willing. That's what Christ says in Revelation 3:20. I come and knock at your door. If you open the door, I'll come and have communion with you. കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയത്തിന് വാതിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? Are we hearing the sound? Are we opening up our heart to God? Are we allowing Holy Spirit to come into us and make the transformation in us? So it is us. It is our action. God does not force his ways. അതാ അടുത്ത വാക്യം പറയുന്നത്, do not be like the horse and the mule, which have no understanding, but must be controlled by bit and bridle, or they will not come to you. കുതിരയെ അനുസരിപ്പിക്കാൻ വേണ്ടി അതിനെ കെട്ടിവെച്ച് അതിന് മൂക്കി കൂടെ അത് കയറൊക്കെ ഇട്ട് കെട്ടി ബിറ്റ്സ് ആൻഡ് ബ്രിഡിൽസ് ചിലപ്പം അതിന് ചാട്ട വരിയിട്ട് അടിക്കേണ്ടി വരുന്നു. എന്നാലേ ആ പോകേണ്ട വഴിക്കൂടെ അത് പോകത്തുള്ളൂ. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് നമ്മളോട്. ഹി ഹാസ് ഗിവൻ us the freedom. വചനം പറഞ്ഞു തന്നിട്ടുണ്ട്, ദൈവത്തിന്റെ കൽപ്പനയും ദൈവത്തിന്റെ വഴികളെല്ലാം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ കേട്ട് അനുസരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹി ഹാസ് ഗിവൻ us freedom. Freedom to walk along his way or freedom not to walk on his way. രണ്ട് ഫ്രീഡം ദൈവം തന്നിട്ടുണ്ട്. അനുസരിക്കുന്ന നമ്മളാ. God says, do not be like the horse and mule. Do not force me to punish you. Do not force me to take up the stick and beat you. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ പൂർണ്ണ മനസ്സോട് ദൈവസന്നിധിയിലോട്ട് അടുത്ത് വരണം. Rejoice in the Lord and be glad, you righteous,
sing all you are upright in heart. നമ്മുടെ പാപം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ വാട്ട്സ് അവർ സ്റ്റേറ്റസ്? ഒരു മനുഷ്യനിൽ ഒരു പാപമില്ലെന്ന് പറയുമ്പം വാട്ട്സ് ഹിസ് സ്റ്റേറ്റസ്? ഹീസ് എ റൈച്ചിയസ് മാൻ, നീതിമാനാണ്. He becomes holy. Because when sin comes into us, we become unholy. ദൈവത്തിൽ നമ്മൾ അകന്നു പോകുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. ദൈവം വിശുദ്ധനായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ ആകണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവമാകണം എന്നല്ല, വി ഹാവ് ടു ബി ലൈക്ക് ഗോഡ്. ആ ഹോളിനെസ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പാപങ്ങളെല്ലാം വിട്ട് ദൈവസന്നിലോട്ട് അടുത്ത് വരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പാപം വിട്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായ ഒരു അവസ്ഥയാണ്. ആൻഡ് ബി ഗ്ലാഡ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ആൻഡ് ബി ഗ്ലാഡ്, യു റൈച്ചിയസ്, സിംഗ് ഓൾ യു ആർ അപ്രൈറ്റ് ഇൻ ഹാർട്ട്. നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആരാധനയുണ്ട്. നമ്മൾ ഒരു നിമിഷം ശാന്തമായിട്ടിരുന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ, നമ്മൾ റിപ്പൻറ്റ് ചെയ്യാതെ പോയത് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ദൈവസ്ഥാനിലോട്ട് ക്ഷമ ചോദിക്കുക. എന്നിട്ട് നമ്മൾ ഹൃദയത്തോട് ഫ്രം ദ ബോട്ടം ഓഫ് എ ഹാർട്ട്, ഇഫ് യു വർഷിപ്പ് ഗോഡ്, ഗോഡ് ഈസ് വില്ലിംഗ് ടു ഹിയർ അസ്. ഒന്നാമത്തെ രണ്ടാമത്തെ വാക്യം ഞാൻ പറഞ്ഞ അവസാനം ഞാൻ പറയാണ്. Blessed is the one whose transgressions are forgiven, whose sins are covered. Blessed is the one whose sin the Lord does not count against them, and in whose spirit is no deceit. പാപമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയാണ്. മലയാളത്തിൽ അത് ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഇംഗ്ലീഷിൽ ഇറ്റ്സ് ബ്ലെസ്ഡ്. ശരിയായ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പാപമില്ലാത്ത അവസ്ഥ വരുന്നു. ദൈവം പാപം ക്ഷമിച്ച ഒരവസ്ഥ, പാപത്തിൽ നമുക്ക് വിടുതൽ കിട്ടിയ ഒരവസ്ഥ. ഫ്രീഡം ഫ്രോം സിൻ, ഫ്രീഡം ഫ്രോം ഈവിൾ, കമ്മിങ് ടു ഗോഡ്. പാപമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ദൈവസന്നിലോട്ട് അടുത്ത് വരാൻ പറ്റുള്ളൂ. Then only we can enter into the presence of God through the blood of Jesus Christ. അവിടെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയത്, ദൈവം സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ക്രൂശിൽ, when he sacrificed his son on the cross, the bottom of it was the love for the creature, the ones that he had created, the humans that he had created. ഈ മക്കള് എൻ്റെ സന്നിധി വിട്ടുപോയി, അവരെൻ്റെ സന്നിലോട്ട് അടുത്ത് വരണം. ഒറ്റ ഒരു ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം, ആ വലിയൊരു ആഗ്രഹം ദൈവം സാധിച്ചത്. പല പ്രവാചകന്മാരെ വിട്ടു, പല ജഡ്ജസിനെ വിട്ടു, പല രാജാക്കന്മാരെ വിട്ടു, പുരോഹിതന്മാരെ വിട്ടു. എന്നിട്ടും നമ്മൾ പോവാതെ ഇരുന്നപ്പം ദൈവം സ്വന്തം പുത്രനെ വിട്ടു. സ്വന്തം പുത്രനെ വിട്ടപ്പം ദൈവം ആഗ്രഹിച്ച ഒറ്റ കാര്യം, നിങ്ങൾ എൻ്റെ പുത്രനിൽ വിശ്വസിക്കുക, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. കർത്താവിനോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പം ഈ കർത്താവ്, എൻ്റെ പുത്രനായ കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും. നിങ്ങളത് ഏറ്റുപറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് ദൈവരാജ്യം ലഭിക്കും. ഈ വലിയൊരു വാഗ്ദാനമാണ് ദൈവം നമുക്ക് തന്നേക്കുന്നത്. എന്നാൽ നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. when we confess and when we come to God, അതൊരു ബോൺ അഗെയിൻ ഒരു എഫക്റ്റാണ്. ഈ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് വേണ്ടി മാത്രം, ചില സഭകൾക്കോ ചില ഡിനോമിനേഷൻ പറഞ്ഞല്ല. ഓൾ ക്രിസ്ത്യൻ ഷുഡ് ബി ബോൺ അഗെയിൻ. ഈ ബോൺ അഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം, നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കമ്പ്യൂട്ടറിൽ നമ്മൾ പല പ്രോഗ്രാംസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൈറസ് അറ്റാക്ക് വരുന്നു, കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് കയറുന്നു. അതിൻ്റെ നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ they come and tell us, you have to now completely delete all the programs. ഇതിനൊന്നുകൂടെ ഒന്ന് റീഇനീഷ്യലൈസ് ചെയ്യണം, ഇതിൻ്റെ പ്രോഗ്രാംസ് എല്ലാം അയച്ചു കളയണം, എന്നിട്ട് ഒന്ന് പുതിയതായിട്ട് വിൽ അപ്ലോഡ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന് അവരൊരു കാര്യം പറയും, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ഫയൽ എല്ലാമേ അതെല്ലാം നഷ്ടപ്പെടും, ഇനി അതൊന്നും കാണുകയില്ല. അത് നമുക്ക് കിട്ടുന്ന ഒരു പുതിയ കമ്പ്യൂട്ടറാണ്. അതിനുള്ളിലുള്ള സോഫ്റ്റ്വെയർ അവർ മാറ്റിയതാ, ഹാർഡ്വെയർ ഇസ് ദ സെയിം. ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ശരീരമല്ല പുതുക്കുന്ന, അവിടെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവിനെ പുതുക്കേണ്ടത്. അതിലുള്ള ആ പാപം, നമ്മുടെ പഴയ ജീവിതം അത് മായ്ച്ചു കളയണം, അത് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയണം. എന്നിട്ട് ആ പാപത്തിന്റെ വൈറസ് നമ്മുടെ സിസ്റ്റത്തിന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നമ്മളൊന്ന് റീബൂട്ട് ചെയ്തെടുക്കുന്നതാ അതിൻ്റെ ഒരു ബോൺ അഗെയിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലോട്ട് വരണം. അല്ലാതെ നമ്മൾ എപ്പം ജീവിക്കുന്ന പാപമേറ്റ് പറഞ്ഞ് ബോൺ അഗെയിൻ പറഞ്ഞിട്ട് പഴയതുപോലെ ജീവിക്കുവാണെങ്കിൽ, നോ, വി ആർ നോട്ട് ബോൺ അഗെയിൻ, വി ആർ സ്റ്റിൽ ടു ബി ബോൺ അഗെയിൻ. എന്നാൽ
ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, once you are born again, there is still sin in and around us. നമ്മൾ ഒരു പഴയ വീടെടുത്ത് കംപ്ലീറ്റ് റീഫർബിഷ് എല്ലാം ചെയ്ത് ഇന്റീരിയേഴ്സ് എല്ലാം മാറ്റി എല്ലാം പുതിയ ഫർണിച്ചർ ഇട്ട് പുതുക്കി പണിത് കഴിഞ്ഞാൽ അത് നല്ല മനോഹരമായ പുതിയ വീട് പോലെ നമുക്ക് തോന്നും, അല്ലേ? എന്നാൽ നമ്മൾ എത്ര എയർ ടൈറ്റ് ആയിട്ട് നമ്മുടെ റൂം വെച്ചാലും എവിടുന്നെങ്കിലും ചെറിയ ചെറിയ ഗ്യാപ്പിൽ കൂടെ ഈ പൊടിയൊക്കെ കയറി വരും. ആ ഫർണിച്ചറിന് മുകളിൽ കുറച്ച് നാൾ കഴിയുമ്പം പൊടികളെല്ലാം കാണും. നമ്മൾ തൂത്തും തുടച്ചും ഇരിക്കണം. അല്ല, ഒന്ന് റീഫർബിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും മനോഹരമായിട്ട് ഇരിക്കണം എന്നില്ല. ആ ഉള്ളിൽ എവിടുന്നെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ആ എൻവയറമെന്റിൽ ഡസ്റ്റ് ഉണ്ട്, അത് എവിടുന്നെങ്കിലും കയറി വരും. ഇത് പിന്നെയും ഈ ഫർണിച്ചറിനെ സ്പോയിൽ ചെയ്യും. നമ്മുടെ ഡ്യൂട്ടി എന്താ? ആ ഫർണിച്ചറിനും തൂത്തും തുടച്ചും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബോൺ അഗൈൻ എഫക്റ്റ് വന്നിട്ട് നമ്മൾ പിന്നെയും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പാപം വരാം. നമ്മൾ ആ പാപത്തിനെ അന്നന്ന് ആ നിമിഷം പാപബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പം അതിനോട് തിരിച്ചറിവ് തരുമ്പം ഏറ്റു പറഞ്ഞ് അത് അന്നേരം കഴിക്കൊണ്ടിരിക്കണം. ഇറ്റ് ഈസ് എ ഓൺ ഗോയിങ് പ്രോസസ്. സോ ബോൺ അഗൈൻ എക്സ്പീരിയൻസ് ദൈവം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. നമ്മൾ അത് തന്നെ we should try for that. We should pray for that. With those words, I end my meditation. May God bless all of us. Praise the Lord. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഒരാഴ്ചവട്ടത്തിന് ശേഷം ദൈവസന്നിധിയിൽ ചെറിയ കൂട്ടമായിട്ട് നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മോട് കാണിച്ച കരുണയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന ആഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുക. കഴിഞ്ഞ ഓരോ മാസങ്ങളിലും ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, എങ്ങനെ നമ്മളെ സ്തുതിക്കാതിരിക്കണം, എങ്ങനെ നമ്മൾ സ്തോത്രം ചെയ്യാതിരിക്കും? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയതായ ഭാഗ്യാവസ്ഥയിലായിരിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ, കർത്താവേ ഇന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എത്ര അത്ഭുതകരമായിട്ട് നമ്മളെ ദൈവം നടത്തുന്നു. ഓരോ നിമിഷങ്ങളിലും പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചവനായ ഹല്ലേലൂയ, ആ ദൈവത്തിനൊന്ന് മഹത്വം കരറ്റാം. ഹല്ലേലൂയ, അവൻ നല്ലവനാണ്, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണെന്ന് ഒരു പ്രാവശ്യം കൂടെ രുചിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. നമുക്ക് നല്ലൊരു സങ്കീർത്തനം വിളമ്പി തന്ന സജി ബ്രദറിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിന്റെ അർത്ഥവ്യാപ്തിയെ കുറിച്ച് മനസ്സിലാക്കി തന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു എന്നുള്ള ബോധത്തോടുകൂടെ ഇരിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം കർത്താവേ എന്നെ ഇടയാക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഇടയാക്കണമേ, എൻ്റെ കൂട്ടത്തോട് മനസ്സലിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് നമുക്ക് ഏകാഗ്രമാക്കാം. കർത്താവേ, അന്യതായ ചിന്തകളിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ നിന്നെ ഒന്ന് ആരാധിക്കുവാൻ ദൈവമേ ഇന്നിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 or 3 പേര് ഒരു മനസ്സോടെ എവിടെ കടന്നു വരുന്നോ അവിടെ കൂടി വരുന്ന ഒരു കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തുള്ളതിനാൽ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവസന്നിധിയിൽ നമ്മുടെ ചിന്തകളെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമ്മുടെ ആവശ്യങ്ങള്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങള്, നമുക്ക് ദൈവത്തോട് പറയുവാനുള്ളതൊക്കെ ഒന്ന് പറയുവാൻ തക്കവണ്ണം ഒന്ന് ഇറക്കി വെക്കുവാനുള്ളൊരു അവസരമായിട്ട് കണക്കാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾക്ക് ഇരിക്കാം. നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കണമേ, അവിടുത്തെ തങ്കരക്തത്താൽ കഴുകണമേ, ലംഘനമൊക്കെ മായ്ച്ചു കിട്ടി എന്നുള്ള ബോധത്തോടെ ഒരു തിരിച്ചുവരവിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ ഒന്ന് ഫോർമാറ്റ് ചെയ്യണമേ കർത്താവേ. അവിടുത്തെ കൃപ അനുഭവിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
കഴിഞ്ഞ വർഷക്കാലമായിട്ട് നമുക്ക് ഈ പ്രദേശത്ത് കൂട്ടായ്മയായിട്ട് കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതോർത്ത്, സഹായിച്ചതോർത്ത്, ഇന്ന് നമ്മളെ ബലപ്പെടുത്തിയിരിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ സഹോദരി സഹോദരങ്ങള്, കുടുംബമായിട്ടും വ്യക്തികളായിട്ടും ഈ പ്രദേശത്ത് നല്ല സാക്ഷ്യമുള്ളവരായിട്ട് ജീവിച്ച് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ടും നല്ല നേതൃത്വത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ബേച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, സൗഖ്യ സമാധാനം കൊടുത്തിരിക്കുന്നല്ലോ, എല്ലാറ്റിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ബാബുച്ചാൻ അമ്മാമയും നാട്ടിലേക്ക് പോയിരിക്കാന്നല്ലോ. അവരുടെ യാത്രയിലും അവരുടെ ക്രമീകരണങ്ങളിലൊക്കെ ഇന്നുവരെയും ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയദാസനിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന നല്ല ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ രാജേന്ദ്രനെ കുടുംബമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരിൽ കൂടെ, പ്രിയപ്പെട്ടവരിൽ കൂടെ, ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ചെയ്യുന്നവരിൽ കൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ തക്കവണ്ണം കർത്താവേ, ഇന്ന് ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾക്ക് നേർന്ന മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് കർത്താവെ ശുശ്രൂഷിക്കുന്ന കരങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടല്ലോ. ഇന്ന് ഈ ഹോളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ എവിടെയായിരുന്നാലും അവിടെ കടന്നു വരുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലും അവരുടെ കൂടെയും ഉണ്ടെന്നുള്ളതായ ബോധത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഹൃദയങ്ങളെ നമുക്ക് പകരാം. നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കൂട്ടായ്മയിലുള്ള എല്ലാ ഭവനങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പലവിധമായ ഭാരങ്ങളും വേദനകളും ദുഃഖങ്ങളും നിറഞ്ഞിരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം നടത്തുന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, എത്ര സ്തുതിക്കണം, എത്ര മഹത്വപ്പെടുത്തണമെന്നറിയില്ല. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. അവിടുന്ന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തവണ്ണം നല്ല ഫലം കായ്പാൻ കർത്താവേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നതായി ഈ പ്രദേശത്തെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ പ്രദേശത്ത് നമുക്ക് ലഭിക്കുന്ന നല്ല സ്വാതന്ത്ര്യത്തിനായിട്ട്, നല്ല കൂട്ടായ്മ ബന്ധത്തിനായിട്ട്, എല്ലാറ്റിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഹോളിനെയും പരിസരത്തെയും കർത്താവെ വിശുദ്ധീകരിച്ച് നിർത്തിക്കൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടതായ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി തരുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ പ്രദേശത്ത് പലവിധമായ ശുശ്രൂഷകൾ ഏർപ്പെട്ടിരിക്കുന്ന സഭകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം കൊടുക്കുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന മക്കളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ക്യാമ്പിന്റെ പ്രദേശങ്ങളിലും അതുപോലെ ഓരോ വ്യക്തിപരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ ആയിരിക്കാം. നമ്മുടെ കേരളത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കൂടെ ആകുന്നല്ലോ കടന്നു പോകുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യാം. അവിടെ വേദനപ്പെടുന്ന കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരെ സഹായിക്കുവാൻ ഏർപ്പെട്ടിരിക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും കർത്താവേ സഭകളെയും എല്ലാം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ വേലകളും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സുവിശേഷ വേലയെ പ്രത്യേകം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പല സഭകളായിട്ട് പല പ്രദേശങ്ങളിൽ പല രീതിയിൽ നടത്തപ്പെടുന്നതായി സുവിശേഷ വേലകളെയും വേല പ്രസ്ഥാനങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന മക്കളെ എല്ലാം നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് മിഷൻസ് ഇന്ത്യയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നാം സഹായിക്കുകയും നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാകുന്നല്ലോ. പ്രിയ ജോർജ് ചെറിയാനെയും കുടുംബമായിട്ടും ആ ടീമിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർ ചെയ്യുന്നതായ ശുശ്രൂഷകൾ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം പൂർവാധികം ബലത്തോടും ധൈര്യത്തോടും കൂടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവെ ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നാം സപ്പോർട്ട് ചെയ്യുന്നതായ വയനാടിലെ ആ പ്രസ്ഥാനത്തെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടെ പ്രവർത്തിക്കുന്ന കൃഷ്ണനെയും ഫാമിലിയെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടെ ശുശ്രൂഷ ചെയ്യപ്പെടുന്നതായ അവിടെ താമസിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം
അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെയും ആരോഗ്യവും ബലവും സമാധാനവും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ലോകത്തിന്റെ പല സ്ഥാനങ്ങളിലും പല പ്രദേശങ്ങളിലും ഒക്കെ ആയിരിക്കുന്നല്ലോ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തവരൊക്കെ ഇന്ന് ഏകാന്തതയിൽ കഴിയുന്നവരൊക്കെ ഉണ്ടല്ലോ. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തിന്റെ ക്ഷീണത്തിലായിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരി സഹോദരങ്ങളെയും നമ്മുടെ മാതാപിതാക്കന്മാരെയും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എവിടെയായിരുന്നാലും ദൈവകൃപയിലായിരിക്കാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയർ ഗ്രൂപ്പിന്റെ വിവിധ ശുശ്രൂഷകൾക്ക് നേർന്നു കൊടുക്കുന്ന എല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സിസ്റ്റം ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്നുവരെ അവർ കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും ഹല്ലേലൂയ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ എന്ന് പറയുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കൊയറിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരിൽ കൂടെ ലഭിക്കുന്ന നല്ല ശുശ്രൂഷയ്ക്കായിട്ട് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കരേറ്റാം. അവർക്ക് കൊടുത്തിരിക്കുന്ന നല്ല കർത്താവെ താലന്തുകളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്രദമാക്കുമ്പോൾ ആരോഗ്യവും ബലവും കർത്താവെ സൗഖ്യവും കൊടുത്ത് സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ബലഹീനതയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ, രോഗത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ. നമുക്ക് ഓരോരുത്തരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതായ പ്രാർത്ഥിക്കുവാൻ കടംപെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. അവരെയൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ ലഭിക്കുന്ന ചെറിയ അവസരം ദൈവമേ അടിയങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളുടെ ലംഘനങ്ങളെ ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളോട് ശ്രദ്ധിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ നാട്ടിലും ലോകത്തിന്റെ പല സ്ഥലത്തിലുമായിരിക്കുന്ന എല്ലാവർക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നാട്ടിൽ പോയിരിക്കുന്നവരെ യാത്രയിലൊക്കെ ആയിരിക്കുന്നു. അവരോടൊക്കെ കൂടെ ഇരിക്കണമേ. അവരുടെ മടക്ക യാത്രയിലൊക്കെ അവിടുത്തെ സാന്നിധ്യം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ദൂരത്തിലും ചാരത്തിലുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതുപോലെ ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സമ്മർ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ വീണ്ടും ഓപ്പൺ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നല്ലോ. കർത്താവെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായിട്ട് വളർന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ചു കൊള്ളണമേ നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ പ്രായമായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നല്ലൊരു കൂട്ടിനെ ആഗ്രഹിക്കുന്നല്ലോ. ഹല്ലേലൂയ അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ജോൺസന്റെയും ആനിയുടെയും മകൾ സ്റ്റെഫിയുടെ വിവാഹം അടുത്ത മാസം 12-ാം തീയതി സെന്റ് തോമസ് ചർച്ച് കോഴഞ്ചേരിയിൽ വെച്ച് നടത്തുവാനായിട്ട് ആഗ്രഹിച്ച് ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നല്ലോ. പ്രിയ മകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ക്രമീകരണങ്ങളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തലമുറകൾക്കായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മൾ പലപ്പോഴും പലർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ വളരെ വേദനപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ച് നിന്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച വിഷയങ്ങളൊക്കെ നമുക്ക് മറുപടി ലഭിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കോശി ബ്രദറിന് കൊടുത്ത സൗഖ്യം, നമ്മുടെ ബേവിച്ചാന് കൊടുത്തതായിട്ട് സൗഖ്യം, നമ്മുടെ റഞ്ചി ബ്രദറിന് കൊടുത്തതായിട്ടുള്ള സൗഖ്യം, നമ്മുടെ സെൻ ബ്രദറിന് കൊടുത്തതായ സൗഖ്യം. ഹല്ലേലൂയ എത്ര സ്തുതിക്കണം, എത്ര മഹത്വപ്പെടുത്തണം. അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ തക്കവണ്ണം സൗഖ്യദായകമായ തൈലം, ഗിലെയാദിലെ തൈലമാകുന്ന കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പലരുണ്ടല്ലോ. സൗഖ്യം ലഭിച്ചവരുണ്ട്, വേദനയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയ റോഷൻ CMCയിൽ വെല്ലൂരിൽ ട്രീറ്റ്മെന്റിലായിരിക്കുന്നു, നമുക്ക് പ്രാർത്ഥിക്കാം. ബോബിക്കും ഷീബയ്ക്കും പൂർണ്ണ ആരോഗ്യത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവരെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദുബൈയിലായിരിക്കുന്ന MS കുര്യൻ നടക്കുവാനും എഴുന്നേൽക്കുവാനും ഒക്കെ പ്രാപ്തി ലഭിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിലായിരിക്കുന്ന ലീലാമ്മ ജോൺ തോമസിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ക്യാൻസറിന്റെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നല്ലോ, വേദനാജനകമായ സാഹചര്യങ്ങളിൽ കൂടെ ആകുന്നല്ലോ കടന്നു പോകുന്നത്. കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമേരിക്കയിലുള്ള നമ്മുടെ സജി ബ്രദറിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രിയദാസിന് പരിപൂർണമായ സൗഖ്യം ലഭിപ്പാൻ തക്കവണ്ണം കർത്താവെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോഹൻ മോനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രിയ കുഞ്ഞിനെ ദൈവമേ പൂർവാധികം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ആയിരുന്ന സജി ബ്രദർ നാട്ടിലായിരുന്നല്ലോ. ആക്സിഡന്റിലെ ചില വേദനകളൊക്കെ ഉണ്ട്, കാലിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഇവിടെ തിരിച്ചു വന്നു, ഇവിടെ റെസ്റ്റിലായിരിക്കുന്നു. പ്രിയ സജിയെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യത്തിലുള്ള നമ്മുടെ ജിനുവിൻ്റെ വൈഫും മോനും സ്റ്റൊമക്കിൻ്റെ പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിയുന്നു. നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ, ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഞങ്ങൾ 5 ആൺ സഹോദരങ്ങളും ഒരു പെങ്ങളുമാണുള്ളത്. ഏറ്റവും ഇളയം ആണ് എൻ്റെ പെങ്ങള്. കഴിഞ്ഞ ഒരു ദിവസം നാട്ടിലൊക്കെ പോയി, അവർ നിലമ്പൂരിലാണ് താമസിക്കുന്നത്. നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ഒക്കെ നടത്തിയപ്പോൾ ഹാർട്ടിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എൻജിയോഗ്രാം ചെയ്തു. എൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് അവർ അഡ്വൈസ് ചെയ്തിരിക്കുകയാണ്. പ്രിയ മകൾ ഇപ്പോൾ ICUയിലാണ്. നമ്മുടെ പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രിയ എൻ്റെ പെങ്ങളുടെ പേര് ആശ എന്നാണ്. ആശമോളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം മതിയായവനായ ദൈവമാണ്. അവൻ വാക്കുമാറാത്തവനാണ്. അവൻ വിശ്വസ്തനാണല്ലോ. ഇന്നുവരെ നടത്തുന്ന ഒരു ദൈവമാണല്ലോ. പ്രിയദാസിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളൊക്കെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷകൾ ലഭിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ വെച്ച വിഷയങ്ങൾക്കൊക്കെ തക്ക സമയത്ത് അവൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന മറുപടിക്കായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവൻ അത്ഭുത മന്ത്രിയാ, അവൻ വീരനാം ദൈവമാ, അവൻ നിത്യപിതാവാ, അവൻ സമാധാനത്തിന്റെ പ്രഭു ആയതിനാൽ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ദൈവങ്ങളിൽ സമർപ്പിക്കാം. അവൻ നല്ലവനാണ്, ഒരിക്കലും കൈവിടാത്തവനാണ്, അവൻ ഉപേക്ഷിക്കാത്തവനാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയർ ഗ്രൂപ്പിനെ നമുക്ക് പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കൊണ്ട് സ്തോത്രം ചെയ്യാം. നമുക്ക് ലഭിക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ വചനവുമായി കടന്നു വന്നിരിക്കുന്ന പ്രിയ ഷാലോം മാത്യുവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രിയദാസന്റെ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. വ്യക്തിപരമായിട്ട് ഈ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലും പല വ്യക്തികളുമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് കർത്താവെ മാനിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് ദൈവദാസനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് വേണ്ടതായ ദൂത് വിളമ്പി തരുവാൻ തക്കവണ്ണം പ്രിയദാസനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിലെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. 26-ാം തീയതി നമ്മുടെ ഷാബുവിൻ്റെ മകൾ പ്രിസില്ല പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. 27-ാം തീയതി എബിയുടെ മകനും മകളും ആഷ്ലി എബ്രഹാമും ആഞ്ചലീന എബ്രഹാമും പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. 29-ാം തീയതി സുനിൽ ഡേവിഡ് പുതിയ വയസ്സിലേക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 30-ാം തീയതി നമ്മുടെ ജൂബിയുടെ മകൻ ജോർജി പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ വർഷം ലഭിച്ചതിൽ അപ്പുറമായിട്ട് ഹല്ലേലൂയ പുതിയ കൃപകളാൽ കർത്താവെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമക്കളെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പുതിയ വർഷം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന 27/8 നമ്മുടെ സുജിത്ത് അൻഷി
സുജിത് തോമസ് ഈശോയും നിഷിയും പുതിയ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. 27/8 സെൻ ഐസക്കും സിൻമിയും പുതിയ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. 30-ാം തീയതി അഭിജിത്ത് എബ്രാമും സിനിമോളും കൂടെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. ഈ കുടുംബങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്കപ്പുറമായിട്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതം നയിച്ച് ഈ പ്രദേശത്ത് സാക്ഷ്യമുള്ളവരായിരിക്കാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പരമാപിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് സാന്നിധ്യം തന്ന് ഞങ്ങളെ ശക്തീകരിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്നെ പാടി ആരാധിക്കുവാൻ, നിന്റെ വചനം ധ്യാനിപ്പാൻ, കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുവാൻ നീ ഞങ്ങളെ ഇന്ന് ഇടയാക്കിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിരത്തി വെച്ച ഓരോ വിഷയങ്ങളും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് മറുപടി അയച്ചിരിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ചെയ്യുന്നതായ എല്ലാ ശുശ്രൂഷകളും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വചനവുമായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയദാസനെ നിന്റെ കരങ്ങളിൽ തരുന്നു. കർത്താവേ, ഞങ്ങൾ വചനത്തിന് മുമ്പിലേക്ക് കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രിയദാസൻ വചനം പറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ അതിനൊരുക്കമുള്ളതായി തീരുവാൻ, ആ വചനത്തിൽ കൂടെ ഞങ്ങൾക്ക് കർത്താവെ പുതിയൊരു കൃപ ലഭിപ്പാൻ തക്കവണ്ണം, ഒരു കർത്താവെ ഞങ്ങളുടെ ലംഘനങ്ങളെ മായ്ച്ചു തന്ന ഒരു കർത്താവാകുന്നു ഞങ്ങൾക്കുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ആ വചനത്തെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു കർത്താവിന്റെ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നത് ദയയോടെ കേൾക്കണമേ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലത്തിനായി നമുക്കൊന്ന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. വളരെ ശക്തമായ ഒരു വചനം സങ്കീർത്തനം 32-ലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചു. ഈ പകൽക്കാലം ഹല്ലേലൂയ നാം ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്നാട്ട്. ഹല്ലേലൂയ. കർത്താവേ, 32-ാം സങ്കീർത്തനം ഇസ്രായേലിന്റെ മധുര ഗായകൻ ഹല്ലേലൂയ ധ്യാനിച്ച ധ്യാനമാണ്. ഹല്ലേലൂയ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവേ, ആ ഭാഗ്യാവസ്ഥ എങ്ങനെ നമുക്ക് ലഭിക്കണം? ആമേൻ. അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. ഓ ഹല്ലേലൂയ. ഈ പകൽക്കാലം നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ നമ്മുടെ നോട്ടത്തില്, നമ്മുടെ വാക്കില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ കേൾവികളിൽ ഹല്ലേലൂയ ഓരോ ദിവസവും നമ്മൾ ചെയ്ത പാപങ്ങളെ ഒന്ന് ഓർത്താട്ടെ. കർത്താവേ, ഈ വർഷത്തിന്റെ 8-ാമത്തെ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച ഹല്ലേലൂയ, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ സംഭവിച്ചു പോയപ്പോ ലംഘനം ക്ഷമിച്ച ഒരു ഭാഗ്യാവസ്ഥ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ ഈ പകൽക്കാലം നീ നൽകണമേ എന്ന് യാചിച്ചാട്ടെ. ഹല്ലേലൂയ. അതിനായി ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റുപറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഓ ഹല്ലേലൂയ. ആ മുടിയനായ പുത്രനെ ഹല്ലേലൂയ മാറോട് ചേർത്ത ആ പിതാവ് ഈ പകൽക്കാലം ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ, ഞാൻ നിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. എന്നെ നീ സ്വീകരിക്കുമോ? ഹല്ലേലൂയ. നിന്റെ മകൻ ഹല്ലേലൂയ പറഞ്ഞു, ഒരു വീട് ഹല്ലേലൂയ എത്ര അടച്ചുപൂട്ടിയിട്ടാലും ഹല്ലേലൂയ അതില് ഹല്ലേലൂയ ദിനം പ്രതി ഹല്ലേലൂയ അതിൽ പൊടിയടിച്ച് ഹല്ലേലൂയ അതിനെ ശുദ്ധീകരിക്കേണ്ട ചുമതല നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുടയ്ക്കുന്ന ഒരു പകൽക്കാലമാകട്ടെ ഇത്. ഹല്ലേലൂയ. കർത്താവേ, പാട്ടുകാരൻ ഇങ്ങനെയാ പറയുന്നത്: സ്വന്തം സുഖം മാത്രം ഞാൻ കാക്ഷിച്ചു, സ്വാർത്ഥത മാത്രം ഞാൻ പ്രവർത്തിച്ചു, സോദരന എന്റെ അയൽക്കാരന്റെ ദുഃഖം ഞാൻ കാണാതെ ഇരുന്നു. എന്റെ കർത്താവേ, എങ്കിലും ഹല്ലേലൂയ നാഥ, നിന്റെ ആ സ്നേഹത്തെ ഓർത്തിതാ അനുതാപപൂർവം ഞാൻ നിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഈ ഗാനത്തിന്റെ വരികള് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ഇതിന്റെ ഓരോ അർത്ഥങ്ങളും നമ്മളോട് തന്നെ സംസാരിക്കട്ടെ. കനിവേറും സ്നേഹപിതാവേ, നിൻ തിരുസന്നിധി തേടിയതാ ഞങ്ങൾ വരുന്നു. അനുതാപം ഉയരുന്ന ഹൃദയവുമായി ഹല്ലേലൂയ കണ്ണീരോടെ അപ്പ എന്റെ പാപങ്ങളെ നിന്റെ മുമ്പിൽ അടക്കി വയ്ക്കുകയാണ്.
ദൈവമേ, നിന്റെ മുമ്പിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയില്ലപ്പാ. എന്റെ ദൈവമേ, അടിയനൊരു യോഗ്യതയില്ലപ്പാ. അപ്പാ, എന്റെ പാപത്തെ, എന്റെ ലംഘനത്തെ മറയ്ക്കുന്ന എന്റെ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഒരുമിച്ച് പാടാം. കനിവേറും സ്നേഹപിതാവേ. കനിവേറും സ്നേഹപിതാവേ, നിൻ തിരുസന്നിധിയിൽ വരുന്നു. അനുതാപമുതിരുന്ന ഹൃദയവുമായി അനരാജപരാധവുമായി കനിവേറും സ്നേഹപിതാവേ. സ്വന്തം സുഖം മാത്രം കാക്ഷിക്കുക. ഓ സ്വാർത്ഥതയുടെ ഇരുളിൽ ഞാൻ ഒളിച്ചുപോയി കർത്താവേ. എന്റെ സഹോദരന്റെ, എന്റെ അയൽക്കാരന്റെ ദുഃഖം എന്തെന്നറിയാതെ ഞാൻ കേവലം ഹല്ലേലൂയ കേവലം സ്വാർത്ഥനായി നിന്നുപോയി. അപ്പാ, എന്നോട് ക്ഷമിക്കുമോ? എന്റെ പാപത്തിന്റെ ലംഘനം മറയ്ക്കുന്ന എന്റെ നാഥ, നീ എന്നോട് കരുണ തോന്നുമോ? കാൽവരിയിൽ നീ അവസാനത്തുള്ളി രക്തം തന്ന് എന്നെ വീണ്ടെടുത്ത് തരുമനാഥ, എന്നോട് ദയ തോന്നുമോ? സ്വന്തം സുഖം മാത്രം കാക്ഷിച്ചു ഞാൻ. സുഖം മാത്രം കാക്ഷിച്ചു ഞാൻ, സ്വാർത്ഥത ഇരുൾ കാട്ടിലൊളിച്ചു. സ്വന്തം സുഖം മാത്രം കാക്ഷിച്ചു ഞാൻ, സ്വാർത്ഥത ഇരുൾ കാട്ടിലൊളിച്ചു. സോദരനായൽക്കാരന്റെ ദുഃഖം പങ്കിടാൻ പാടേ മറന്നുപോയി. എങ്കിലും നാഥാ, സ്നേഹത്തെ ഓർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. കനിവേറും സ്നേഹപിതാവേ. നാഥ, അവിടുത്തെ ഹിതമെന്തെന്നറിയാതെ ഞാൻ നിന്നിൽ നിന്ന് അകലെയായി അന്യനായി പോയി. നിന്റെ മഹാത്യാഗത്തെ ഓർക്കാതെ ഞാൻ നിന്യമായ വഴികളിൽ ഞാൻ ജീവിച്ചു പോയി. കർത്താവേ, വാസ്തവമായി നീ ഇന്ന് എന്നോട് സംസാരിച്ചു. സങ്കീർത്തനം 32 ഹല്ലേലൂയ ആ പാപത്തെ എന്നെ ഓർമ്മിപ്പിച്ചു. കർത്താവേ, നീ തന്ന ഗാനത്തിനായി സ്തോത്രം. അവിടുത്തെ ഹിതമെന്തെന്നറിയാതെ ഞാൻ അകലെയായി പോയി. എന്നോട് ക്ഷമിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഈ ഹാളിലും സൂമനുമായിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് എന്റെ നാഥനോട് പറയുമ്പോ, അപ്പാ, എന്റെ ലംഘനങ്ങളെ ക്ഷമിച്ച് ഒരു ഭാഗ്യാവസ്ഥ നീ എനിക്ക് തരണമേ. ഞാൻ നിന്നിൽ നിന്ന് അന്യനായി പോയപ്പ, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയപ്പ. അവിടുത്തെ ഹിതമെന്തെന്നറിയാതെ ഞാൻ അകലെയായി നിന്നിൽ നിന്നന്യനായി. അവിടുത്തെ ഹിതമെന്തെന്നറിയാതെ ഞാൻ അകലെയായി നിന്നിൽ നിന്നന്യനായി. നിൻ മഹാത്യാഗത്തെ ഓർക്കാതെ ഞാൻ നിന്യമാം വഴികളിൽ ജീവിച്ചുപോയി. എങ്കിലും നാഥാ, നീ സ്നേഹത്തെ ഓർത്തിത അനുതാപപൂർവം
ഞാൻ വരുന്നു. കനിവേറും സ്നേഹപിതാവേ, നിൻ തിരുസന്നിധി തേടി വരുന്നു. അനുതാപമുയരുന്ന ഹൃദയവുമായി, അകതാരിനപരാധബോധവുമായി, കനിവേറും സ്നേഹപിതാവേ. യേശുവേ, ഒരു ഗാനം കൂടി നമ്മൾക്ക് ഒരുമിച്ച് കരങ്ങൾ അടിച്ചു പാടാം. എനിക്കായി കരുതുന്ന ഒരു കർത്താവ്, എന്റെ പാപങ്ങൾ മായിച്ച് എന്റെ ഭാരങ്ങൾ മായ്ക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എന്നെ കൈവിടാത്ത ഒരു യേശു. ഹല്ലേലൂയ. അവൻ എന്നോട് കൂടെയുണ്ട്. എന്റെ പരീക്ഷയുടെ മധ്യത്തില്, എന്റെ വേദനകളുടെ മധ്യത്തില് പരിഹാരമായി അവൻ എനിക്ക് കരുതുന്ന ഒരു ദൈവമായി അവൻ എന്നോട് കൂടെയുണ്ട്. നിന്റെ പാപം ക്ഷമിച്ചു എന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. എന്നെ ഹല്ലേലൂയ കരുതുന്ന ഒരു കർത്താവ്, എനിക്കായി ഭാരങ്ങൾ വഹിക്കുന്ന ഒരു കർത്താവ് എന്റെ ജീവിതത്തിലുണ്ട്, എന്നെ സഹായിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ കരമടിച്ച് ഹല്ലേലൂയ എന്റെ കർത്താവിന് മുമ്പിൽ ഹല്ലേലൂയ ആനന്ദത്തോടെ ഒരുമിച്ച് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിഞ്ഞിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിഞ്ഞിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളില. വീഴുന്നതോ തീരല്ല, യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നതേശുമത്രേ ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേശുമത്രേ ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്ക്
അനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരുന്നു. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരുന്നു. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. Praise the Lord. ശാന്തമായി എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും പരിഹാരം തരുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചു കിട്ടിയ അവസ്ഥയിലേക്ക് ഹല്ലേലൂയ കർത്താവെ എന്നെ നടത്തുമാറാണ് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ലൈവായിട്ടും സൂമിൽ കൂടെയും പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവം നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയല്ലോ, നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് 2024 8 മാസക്കാലം കർത്താവ് നമ്മളെ പരിപാലിച്ചു. ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ ഓർക്കാതെ നമ്മളെ കരുതി ദൈവത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹല്ലേലൂയ അനേക വിഷയങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. ആ വിഷയങ്ങളൊക്കെ ഓർത്ത് തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. നമ്മളൊക്കെ രോഗത്തിൻ്റെ പ്രയാസത്തിൽ കൂടെ ഒക്കെ കടന്നുപോയവരാണ്. എന്നാൽ ഇപ്പോഴും രോഗത്തിൻ്റെ ഭാരത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവർക്കായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ പ്രസാദിൻ്റെ സഹോദരി ഹല്ലേലൂയ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നു. പ്രേമകളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ വചനം ശുശ്രൂഷിക്കുന്നത് ഹല്ലേലൂയ നമ്മുടെ പ്രിയ സഹോദരൻ ഹല്ലേലൂയ നമ്മുടെ ഷാലോം മാത്യു ബ്രദറാണ്. നമുക്കറിയാം പ്രിയദാസൻ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. പ്രിയദാസൻ ഈ നാളുകളിൽ ഹല്ലേലൂയ നമ്മുടെ സോനാപൂർ ക്യാമ്പിൻ്റെ പ്രദേശത്തൊക്കെ ഹല്ലേലൂയ അനേക ക്യാമ്പുകളിലൊക്കെ സന്ദർശിച്ച് അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കുന്ന വലിയൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വലിയ അനേകർക്ക് മദ്യപാനത്തിന് അടിമപ്പെട്ട ചെറുപ്പക്കാരെ ദൈവത്തിലേക്ക് മാടി വിളിക്കുന്ന ശുശ്രൂഷ. ആ പ്രിയദാസന ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമാക്കട്ടെ. വചനം നമ്മളോട് സംസാരിക്കട്ടെ. വചനത്തിലൂടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രിയദാസനെ വചന ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ വചനം തുറക്കാം. ഞാനൊരു വാക്യം വായിക്കാം. ഓഡിയൻസ് ആയിരിക്കും ദൈവമക്കള് ഒരു വാക്യം വായിക്കണം. റോമാലേഖനം 8:25 ദൈവമക്കൾ വായിക്കും. ഞാൻ ലൂക്കോസ് സുവിശേഷം 3:15 വായിക്കാൻ ആഗ്രഹിക്കുന്നു. 3:15 പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ജനം കാത്തുനിന്നു. റോമാലേഖനം 8:25 വായിച്ച് 8:25. നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കാത്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം അനേക കാത്തിരിപ്പിന് ശേഷമാണ് നാം ദൈവസന്നിധിയിൽ ഓടിയെത്തിയിരിക്കുന്നത്. നമ്മുടെ ഹൃദയവിചാരങ്ങളെ അറിയുന്നവനായ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ ഒരു നിമിഷം കൂടെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ തിരുവചനം നാം അനുഭവിക്കുന്ന സുഖദുഃഖ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കടന്നു ചെന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും വിടുവിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായി നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്ന പിതാവേ,
നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്ന കർത്താവേ, നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്ന യേശുവേ, നീ ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും, നിന്റെ ദാസനിലൂടെ ദൈവമേ ഞങ്ങളെ കേൾപ്പിച്ച വചനപ്രകാരം നീ ഞങ്ങളെ ശുദ്ധീകരിച്ച ദൈവമാണ്. ഞങ്ങളുടെ പാപങ്ങളെ കഴുകിയതാണ് ദൈവമേ. ഈ വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി അരുളി ചെയ്ത ദൈവമേ, നന്ദി പറയുകയാണ് കർത്താവേ, നന്ദി പറയുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. संभाल प्रभु जी जीवन के हर पलों में, संभाल प्रभु जी जीवन के हर पलों में। अभी तो तूने संभाला मुझको, आगे भी अगुवाई कर। अभी तक तूने संभाला मुझको, आगे भी अगुवाई कर। संभाल प्रभु जी जीवन के हर पलों में, संभाल प्रभु जी जीवन के हर पलों में। जैसे मुर्गी बच्चों को पंगो तले छिपाई हो, जैसे मुर्गी बच्चों को पंगे तले छिपाई, वैसे ही तेरे छाया सायन के शरण स्थान। संभाल प्रभु जी ജീവൻ കെ ഹർ ഫലോ മേ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവിടുത്തെ വലിയ സ്നേഹമായിരുന്നല്ലോ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഞങ്ങളുടെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും വേണ്ടി മരിച്ച് ഞങ്ങളുടെ പ്രത്യാശയ്ക്കായി ഉയർത്തെഴുന്നേറ്റു. നിത്യജീവനായി വീണ്ടും വരാമെന്ന് പറഞ്ഞ ദൈവസ്നേഹത്തിന്റെ മറവിൽ കർത്താവെ കൂടി വന്ന് ഞങ്ങൾക്ക് കർത്താവെ പാട്ടുകൾ പാടി ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവമേ, അനേക വിഷയങ്ങൾ കർത്താവെ മധ്യസ്ഥാനപ്പാൻ കർത്താവ് ഞങ്ങളോട് കരുണ കാണിച്ചല്ല. കർത്താവെ, തിരുസന്നിധി ഞങ്ങൾ സമർപ്പിച്ച വിഷയത്തിന്മേൽ ദൈവമേ ഞങ്ങളുടെ ആരുടെയും കുറവുകൾ ഓർക്കാതെ അങ്ങയുടെ അണിപ്പാടുള്ള കരം അതിന്മേൽ ചലിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം. പ്രത്യേകമായി സിസ്റ്റർ ആശയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ദൈവമേ അതിവേഗത്തിൽ കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യം കടന്നു എന്ന് കർത്താവെ ആശ്വസിപ്പിക്കുകയും സൗഖ്യം ചെയ്യുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ ശക്തി അവിടെ പുറപ്പെടുമാറാകണമേ. നല്ലൊരു സാക്ഷി ഞാൻ കേൾപ്പാൻ ദൈവമേ അവിടുത്തെ സകല സൗഖ്യത്തിൻ്റെമായിരിക്കുന്ന ആത്മാവിനെ അയച്ച് കർത്താവെ അവിടുത്തെ വിടുതലയക്കണമേ ഞങ്ങൾ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കൂടി വന്ന തൻ്റെ മക്കൾക്കായി സ്തോത്രം കർത്താവെ. സകല ഹൃദയ വിചാരങ്ങളെയും അറിയുന്ന ദൈവമേ, അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ആത്മാവി ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, ഞങ്ങളെ പ്രത്യാശയോട് നടത്തണമേ. ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങളെ അറിയുന്ന കർത്താവെ, മരുഭൂമിയില തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ അന്നൊന്നുള്ളത് കർത്താവെ ജീവനും ഭക്തിയുമുള്ള നൽകുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലീഡിയതിന്റെ ദാസന്മാർക്കായി സ്തോത്രം. സങ്കീർത്തനം പ്രവചിച്ചതിന്റെ ദാസനായി സ്തോത്രം കർത്താവെ. പ്രത്യേകമായി കർത്താവെ ആലോചന ചെയ്ത എല്ലാ ജീവിതങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ മുറ്റമായി ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നൽകപ്പെട്ട വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ചു തരണം. എല്ലാ മഹത്വം അങ്ങ് എടുക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തുതിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവനോടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയ തോന്നണമേ സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ദൈവം നമ്മെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവിലാണ് നാമം. നമുക്ക് രണ്ട് വിധത്തിലാണ് മനുഷ്യന്റെ ഒന്ന് നമ്മളെ മാനുഷ്യമായുള്ള ഒരു രൂപവും, രണ്ട് ദൈവം നമുക്ക് തന്ന ആത്മാവിന്റെ ഒരു അനുഭവമുണ്ട്. നമ്മൾ കൂടി വരുമ്പോഴൊക്കെ നമ്മെ കൂടുതലും സന്തോഷിപ്പിക്കുന്നത് ദൈവം നമുക്ക് തന്ന ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ നമ്മൾ വളരെ പ്രാപ്തരായിരിക്കണം. അങ്ങനെ ഒരു ഭാഗ്യമില്ലാത്ത വീട്ടിൽ ജനിച്ചു വളർന്ന ഞാൻ. പ്രൈസ് ദി ലോർഡ്. ജനിച്ചപ്പോൾ അങ്ങനെ ഒരു ആത്മാവിന്റെ ഒരു പ്രവൃത്തി ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ വയ്യാത്തൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. സ്തോത്രം. കൃപയാൽ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിപ്പാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞാനും എൻ്റെ നാട്ടിൽ നിന്നല്ല യേശുവിനെ അറിഞ്ഞത്. ഞാൻ മറ്റൊരു നാട്ടിൽ ചെന്നാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. നമ്മളൊക്കെ ആത്മീയ ചൈതന്യങ്ങൾ പ്രാപിക്കുന്നത് വിവിധമായിരിക്കുന്ന മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ ചെന്ന ദൈവം നമുക്കിതൊക്കെ തന്നു നമ്മളെ ധന്യരാക്കി തീർക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ധന്യമായിരിക്കുന്ന മുഹൂർത്തത്തിന്റെ ഏറ്റവും വിലപ്പെട്ടതാണ്
ഈ ഈ നമ്മുടെ ഫ്രൈഡേ പ്രയർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെ. പക്ഷെ ഇന്ന് സൺഡേ ആണ്, അത് വേറെ വിഷയം. ഇതിന്റെ നല്ല ഒരു, എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷം മുതൽ, ഞാൻ ഒരു 25 വർഷത്തിന് മുമ്പൊക്കെ, അതായത് എൻ്റെ നല്ല പ്രായത്തിൽ തന്നെ ഞാനിവിടെ വന്നിട്ടുണ്ട്. എന്നെ അന്ന് നമ്മുടെ അറിയാമല്ലോ ഈ പ്രയർ നടക്കുന്നത്, അന്ന് തന്നെ ഈ ബേക്കുട്ടച്ചാനൊക്കെ കൈക്കൊള്ളുവാനുള്ള ഒരു വലിയ മനസ്സുണ്ടായിരുന്നു. സ്തോത്രം. ഒരു സഹോദരൻ കൊണ്ടുവന്ന് എന്നെ പരിചയപ്പെടുത്തിയതാണ്. അന്ന് മുതൽ ഇന്നോളം കാണിക്കുന്ന ഈ ദൈവസ്നേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവ് ജീവനോടിരിക്കുന്ന അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നഷ്ടം ഒന്നും വന്നിട്ടില്ല നമുക്ക്. സ്തോത്രം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ സോനാപ്പള്ളി ഇങ്ങനെ വന്ന് ഹിന്ദിക്കാരിടയിൽ പോയി ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷയല്ല, ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ ഈ പ്രയർ ഗ്രൂപ്പ് തരുന്ന കൈത്താങ്ങൽ, തോമസാനായാലും രാജാനായാലും, നിങ്ങളറിയാത്ത ജീവിതങ്ങൾ ഇതിന് നടുവിലുണ്ട്. സ്തോത്രം. അത് വാക്കുകൊണ്ട് മാത്രമുള്ള കൈത്താങ്ങലല്ല. സ്തോത്രം. ക്ഷീണങ്ങളെയും പ്രയാസങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അതൊരു പ്രത്യേക നിയോഗമാണ് ചില സന്ദർഭങ്ങളിൽ. അല്ലാതെ നമ്മൾ എല്ലാം തികഞ്ഞു നിൽക്കുന്നില്ല. അവരുടെ ഇല്ലായ്മയിലും ലഭിക്കുന്ന ആള് അതിലും ആവശ്യ സമയത്തിരിക്കുമ്പോൾ. സ്തോത്രം. ഞാൻ പറയാം, അത് പേര് ചൊല്ലി ഞാൻ ഇവിടെ പറയുന്നില്ലെന്നുള്ളൂ. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവനാമത്തിലുള്ള ഒരേ രൂപയും പ്രൈസ് ലോർഡ് നിങ്ങൾ പറയുന്നവരല്ല, അതിനെല്ലാം ദൈവം അറിയാതെ ആരുടെയും കയ്യിൽ ഒരു പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാവുന്നില്ല. ഞാനത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. സ്തോത്രം. കർത്താവിന്റെ, ഞാൻ ഈ സോനാപൂരിൽ കടന്നു വന്നു. അവിടെ താമസിച്ച് എനിക്ക് നല്ലൊരു ഭവനമൊക്കെ ഉണ്ട്. എങ്കിലും അവിടെ ബെഡ് പേസ് എടുത്ത് ഞാൻ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എനിക്ക് ഓരോരുത്തർ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു ഒരിക്കലും അത് നടക്കത്തില്ല. ഒരു പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ ക്യാമ്പിനകത്ത് പോയി താമസിക്കുകയാണെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഞാനും 10-12 പേരുള്ള ഒരു റൂമിലാണ് താമസിക്കുന്നത്, ഒരു ബെഡ് പേസ് എടുത്ത്. ഇപ്പോൾ അത് കുറച്ചുകൂടെ കുറഞ്ഞ ആൾക്കാർ. അങ്ങനെ ദൈവം അതേ പരുവത്തിലായി. ഇപ്പം റൂമിൽ 5 പേരേ ഉള്ളൂ. ദൈവത്തിന് അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മളെടുത്ത് ബെഡ് പേസിന് മാത്രം കൊടുത്ത 300 രൂപയ്ക്ക് അവിടെ താമസിക്കുന്നത്. അങ്ങനെ അവിടെ ഹിന്ദിക്കാരുടെ ഇടയിലോട്ടാണ്. ഞാൻ മലയാളീസിൻ്റെ ഇടയ്ക്ക് വളരെ ചുരുക്കമാണ്. എങ്കിലും നമ്മുടെ മലയാളി സൗകര്യങ്ങളൊക്കെ ഒത്തിരി പേരെ കാണും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ വന്നു. അത്ഭുതകരമായിട്ടാണ് ഒരു പൈസ പോലും റെന്റ് ഇല്ലാതെ നമുക്ക് അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നടത്തുവാൻ ഒരു പ്രയർ ഹാൾ കിട്ടുന്നത്. അവിടെയാണ് നമ്മുടെ ഇടവയുടെ ഒരു പ്രയർ ഞായറാഴ്ച നടക്കുന്നുണ്ട് ഈ സോനാപൂരിനകത്ത്. സ്തോത്രം. അതേ ആ റൂമിൽ തന്നെയാണ് ഈ ബുധനാഴ്ച, എനിക്ക് തോന്നുന്നു ഈ ബുധനാഴ്ച 2 ബുധനാഴ്ചക്കുള്ളിൽ ഇപ്പം പുതിയതായിട്ട് വന്ന അച്ഛന് വലിയ താല്പര്യമുണ്ട്. അച്ഛൻ ഒരു ദിവസം വരുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറയുന്നുണ്ടായി. ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഒന്നേന്ന് തുടങ്ങിയതാണ്. 10-35 സഹോദരങ്ങൾ, ഹിന്ദിക്കാരാ, നമ്മുടെ മലയാളീസ് ഒന്നുമില്ല. അത് വന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. സ്തോത്രം. ഞാൻ തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന ഒരേത്തരെ വെൽക്കം ചെയ്യാണ്. ഏതെങ്കിലും ഒരു ബുധനാഴ്ച നിങ്ങൾക്കുള്ള ടെസ്റ്റ് മണിയോ നിങ്ങൾക്കുള്ളതായിരിക്കുന്ന മെസ്സേജ്, പിന്നെ സ്വത്രാജ്യം തരാനില്ല കേട്ടോ, അതുള്ളു. അതവിടെ ട്രാൻസ്ലേറ്റ് ഹിന്ദി അറിയത്തില്ലെങ്കിൽ അവിടെ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ എവിസോനാണ് അതിനകത്ത് വന്ന് മെസ്സേജ് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നും അറിയാത്ത ജീവിതങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഇത്ര ആർത്തിയോട് സ്വീകരിക്കുകയും നമ്മുടെ മുഖത്തൂന്ന് കണ്ണെടുക്കത്തില്ല. നമ്മളത് കാണേണ്ടതാണ്. അത് വന്ന് സ്തോത്രം. അത് മാത്രമല്ല, ഇടം കൈയും വലം കൈ അറിയാത്ത, യേശു ആരാണെന്ന് അറിയാൻ വയ്യാത്തവർ വന്നത് മാത്രമല്ല, ഞാൻ അവരെ ഒന്നും കൈയടിച്ച് ആരാധന പഠിപ്പിച്ചിട്ടില്ല. നമ്മളിവിടെ 3 പ്രാവശ്യം പറഞ്ഞു കൈയടിച്ചെന്നില്ലേ. അതിന്റെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് വന്ന് നോക്കുമ്പോൾ അറിയാം. നമ്മളൊരു പാട്ട് എടുക്കുമ്പോഴേ അവരും കൈയടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മളോടൊപ്പം തന്നെ, അറിയത്തില്ലേൽ തന്നെ. ഞാനും ഇവിടെ വന്നൊക്കെയാണ്, ഞാൻ എൻ്റെ ജീവിതയാത്രയിലൊക്കെയാണ് ഇന്ത്യ. ഞാനൊരു ഇന്ത്യൻ ആർമി ജോലി ചെയ്യുമ്പോഴാണ് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. എൻ്റെ 18-ാം, അതായത് 88-ലാണ് ഞാൻ അപ്പോയിൻമെൻ്റ് ആകുന്നത്. 88, 89, 90-ൽ ഞാൻ 3 വർഷം നിന്നുള്ളൂ. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചു. വലിയ പ്രയാസമായിരുന്നു ഉപേക്ഷിക്കാനും ഒക്കെ. ദൈവം എനിക്ക് 5 വർഷക്കാലം ദൈവനം പഠിക്കുവാൻ എന്നെ സഹായിച്ച്. 2 വർഷം കേരളത്തിലും 3 വർഷം ഞാൻ ഇറ്റാർസിലുമാണ് ദൈവനം പഠിച്ചത്. അതിനുശേഷം OM എന്ന് പറയുന്ന ഒരു ടീമോട്ടൊക്കെ പ്രവർത്തിക്കാൻ ദൈവം എന്നെ സഹായിച്ച് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി കർത്താവ് അനേകരെ എൻ്റെ ഒരു കോളിങ്ങും എനിക്കുള്ളൊരു ആഗ്രഹം ഈ ആൾക്കാരുടെ ഇടയിൽ പോയി സുവിശേഷം അറിയിക്കുക. ഞാൻ എടുത്ത വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരിക്കുക എന്നുള്ള വിഷയമാണ്. സ്തോത്രം. നമുക്കറിയാം, അതാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യ വിഷയം. കാത്തിരിപ്പ് ഒരു ചെറിയ കാര്യമല്ല. ഗൾഫുകാരോട് അത് പറയേണ്ട കാര്യവുമില്ല. കാത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസമുള്ളത്, നമ്മളെ 2 തരത്തിലാണ് ആ വിഷയത്തിലൂടെ ചേർന്ന് ഞാൻ എൻ്റെ അനുഭവം കൂടെ പറയാം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവിടെ ജനം, ലൂക്കോസിന്റെ സുവിശേഷം 3:15 പറയുന്നത്, ജനം കാത്തിരുന്നു. റോമാലേഖനം 8:25 പറയുന്നു, നാം കാണാത്തതിനായി
പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോട് കാത്തിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല, പക്ഷെ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യവുമാണ്. രണ്ട് തരത്തിലാണ് കാത്തിരിപ്പിന് പ്രാധാന്യത ഉള്ളൂ. ഒന്ന്, നമുക്കറിയാം, ലോകപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു കാത്തിരിപ്പ്, നമ്മുടെ ജഡശരീരം നമ്മൾ കൊണ്ട് കാത്തിരിക്കുന്ന ചില വിഷയമുണ്ട്. രണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം കൊണ്ടുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ഈ മൺകൂടാരത്തിലൂടെ നാം ചെയ്തെടുക്കേണ്ട ഒരു അനുഭവമാണ്. പക്ഷേ ആ ഒരു കാത്തിരിപ്പ് നമുക്ക് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ദൗത്യത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പനമ്മമാർക്ക് ജനിച്ചതായിരിക്കുന്ന ജനന ശരീരത്തിലൂടെ നമ്മുടെ ലോകപ്രകാരമുള്ള കാത്തിരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് നമുക്ക് അകത്തളത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിച്ച് നമ്മെ നയിക്കുന്ന ഒരു കാത്തിരിപ്പുമുണ്ട്. ഹലോ, പ്രൈസ് ലോർഡ്. ഇത് രണ്ട് നമ്മൾ മനസ്സിലാക്കി വേണം. നമ്മളെല്ലാവരും നമുക്ക് ദൈവത്തെ കാണണമെന്നും ആഗ്രഹിക്കുന്നത്. എപ്പോഴും നമ്മുടെ മനസ്സിനെ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു യുദ്ധം ചെയ്ത് ഒരുക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏത് യുദ്ധമാണ്? ആത്മീയ യുദ്ധം ചെയ്ത്. ഇവിടെ പറഞ്ഞു, ഇവിടെ പാവം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്ത്രീ പുരുഷ ബന്ധ പാവമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് മാത്രമല്ല, മനസ്സിന്റെ താളം തെറ്റിയതാണ് നമ്മുടെ പാപം എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ഏകാഗ്രതയ്ക്കായി, ഒരു നല്ല മനസ്സിനായി ദൈവസന്നിധിയിൽ ഓടിയെത്തുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ നല്ല നിലയായിരുന്ന ആ മനസ്സിന്റെ താളം തെറ്റി നമ്മൾ ആരായി തീർന്നു? ഒരു പാപിയായി തീർന്നു. അതുകൊണ്ടാണ് നമുക്ക് എത്ര ദൈവവചനം കേട്ട് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടാലും പിന്നെയും നമ്മൾ പുറത്തോട്ട് ചെല്ലുമ്പോൾ നമുക്കതിന് നിയന്ത്രണ വിധേയമായി തീരുന്നത്. അപ്പോൾ അതിനെന്താണ് ദൈവം നമുക്ക് ദാനമായി തന്നത്? അവന്റെ രക്ഷയുടെ ആയിരിക്കുന്ന പാനപാത്രം നമുക്ക് തരുവാനിടയായി തന്നത്. അതാണ് ദാവീദ് തൻ്റെ ഹൃദയത്തെ എല്ലാ മേഖലകളിലും ഒരുക്കുന്നുണ്ട്. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അല്ലേ? 40-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ അത് പറയുന്നത്. അപ്പം ഈ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വില കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് കാത്തിരുന്നിട്ടാണ് ഇവിടെ വന്നത്? ഇന്ന് രാവിലെ നമ്മൾ എണീറ്റ് ഏത് വിഷയത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത്? ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഈ ലോകമാണ് കാത്തിരിപ്പിനായി നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നമ്മൾ എണീറ്റാൽ ഉടനെ നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനാ പറയാമോ? മൊബൈലിൽ നമുക്ക് എന്ത് മെസ്സേജ് വന്നെന്നുള്ള കാത്തിരിപ്പാണ്. പണ്ട് അത്രയില്ലായിരുന്നു. നമ്മുടെയൊക്കെ മുൻകാലങ്ങളില, എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഇന്നും ഓർക്കും, സന്ധ്യ ആകുമ്പോൾ അമ്മമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ പപ്പാ വന്നില്ല, അതിൻ്റെ കൂടെ 9 ദൈവമേ എന്ന് പറയും. കണ്ടോ, കാത്തിരിക്കുന്നതിൻ്റെ ഉള്ളിലെ അവരുടെ ആത്മീയ അനുഭവം നോക്കണം. അത് പറഞ്ഞ് കുഞ്ഞ് ഇതുവരെ പോയി സന്ധ്യയായി, ദൈവമേ വന്നില്ല, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, അങ്ങനെ പറയുന്നത്. അപ്പൊ എന്തുണ്ടായി അവരുടെ ഉള്ളില? രക്ഷയുടെ, അവരുടെ കാത്തിരിപ്പിനകത്ത് ആരുണ്ട്? ദൈവാത്മാവുണ്ട്. സ്തോത്രം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടെന്ന് ദൈവം പറയുന്നില്ല. നമ്മൾ ഏത് വിഷയത്തിനും കാത്തിരിക്കാം. നാളെ നമ്മളൊരു ഓർഡർ ചെയ്ത് ഒരു ഓൺലൈനിൽ കൂടെ ഓർഡർ ചെയ്ത് അത് കാത്തിരിക്കുക. പക്ഷേ അതിലേക്ക് നമ്മുടെ നിലകൾ എങ്ങനെയാണെന്ന് മനസ്സിലായി. നമുക്കുള്ളിൽ എന്തുണ്ട്? ഒരു കാത്തിരിപ്പിൽ നമുക്ക് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ട് അതിനകത്ത് ഒരു തഞ്ചം തരുന്നുണ്ട്, സമാധാനം തരുന്നുണ്ട്. പലയിടത്തും പല വിഷയങ്ങൾ എന്താ കാത്തിരിപ്പിന് ക്ഷമയില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരേ വീടുകളിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ക്ഷീണിച്ച് അധ്വാനിച്ച് മടങ്ങി വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ വേഗത്തിൽ ഭക്ഷണം വെക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫോൺ എടുത്ത് വിളിച്ച് ഒരു ഫുഡിനെ നമ്മൾ ഓർഡർ ചെയ്യും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അത് എത്താതിരിക്കുമ്പോൾ, അതിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ അഭിപ്രായങ്ങൾ തുടങ്ങും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, ഈ തലമുറയെ നോക്കിക്കേ. ഈ തലമുറയ്ക്ക് ഒരു കാത്തിരിപ്പിനുള്ള ക്ഷമയില്ല. വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ എന്തില്ല അവർക്ക്? ക്ഷമയില്ല. സ്തോത്രം. പല അനർത്ഥങ്ങളും പല അവിവേകങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ കാരണം ഇവർക്ക് ഉള്ളുകൊണ്ടൊരു കാത്തിരിപ്പില്ല. ഉള്ളുകൊണ്ടുള്ള കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ആര് തരുന്നതാണ്? ദൈവം തരുന്ന കാത്തിരിപ്പാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, ഈ വാക്യത്തിൽ തന്നെ പറയുകയാണ്, നമ്മുടെ ഈ പ്രത്യാശിക്കുന്ന എങ്കിലും അതിനായി ക്ഷമയോട് കാത്തിരിക്കുക. നമുക്ക് പ്രത്യാശയുണ്ട്, ആ ഫുഡ് എളുപ്പം ചെയ്തിട്ട് വരണം. കണ്ടോ, ഒരു ലോകപ്രകാരമായ ഒരു കാര്യമായാലും അതിനകത്ത് പ്രത്യാശയുണ്ട്. പക്ഷേ അതിനകത്ത് എന്ത് വേണം? ക്ഷമയുടെ കാത്തിരിപ്പ് വേണം. അപ്പം ക്ഷമിക്കുന്നത് ആരാ? ദൈവമാണ് ക്ഷമിക്കുന്നത്. അപ്പൊ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിന് ക്ഷമയോട് കാത്തിരിപ്പാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അപ്പം കാത്തിരുന്ന് അവർ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ എനിക്കറിയാമായിരുന്നു പഴയ കാലങ്ങളിൽ. സ്തോത്രം. ഒരു പ്രാർത്ഥന അറിയത്തില്ലെങ്കിൽ അത് എങ്ങനെയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളാൽ കാത്തിരിക്കുന്നവരെ അറിയാമായിരുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്വന്തമായി ദൈവവചനം കേൾപ്പാൻ അറിയത്തില്ലെങ്കിൽ കൊച്ചുമക്കൾ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരെ എനിക്കറിയാമായിരുന്നു.
ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് പകല് ദൈവവേദയില് നമ്മുടെ കാത്തിരിപ്പിന്റെ അനുഭവത്തെ ലോകം കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ കാത്തിരിക്കുന്നത് കർത്താവിന്റെ കൂടെ പോകുവാനും കർത്താവ് ചേർക്കപ്പെടുന്നത് അനുഭവിച്ചറിയുവാനും, അതാ ഏത് വിധേനയാണെന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയാൻ വേണ്ടിയാണ്. പഴയ നിയമകാലത്തെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടകത്തിനകത്ത് അത് നമുക്ക് ബാഹ്യമായി കാണാമായിരുന്നു. പക്ഷേ പുതിയ നിയമസഭയിലേക്ക് വന്നപ്പോൾ ദൈവം പറഞ്ഞ അങ്ങനെയല്ല, കണ്ണുവയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എടുക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എത്ര ക്ഷമയോട് കാത്തിരുന്നെങ്കിലാണ് അവൻ നമ്മെ ചേർക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞല്ല നമ്മുടെ വീണ്ടെടുപ്പ്, ജീവനോടിരിക്കുന്നവരെന്നാണ് ദൈവവചനം പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരേ പ്രാർത്ഥനയിലും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ഒരു കാത്തിരിപ്പുണ്ടായിരിക്കണം. ഞാൻ ഈ സുവിശേഷം പറയാൻ പോകുമ്പോഴാണ്, അതുപോലെ തന്നെ എൻ്റെ ജീവിത യാത്രയിലാണ് ഞാൻ ഇങ്ങനെ കാത്തിരിക്കും ഇടയ്ക്ക് കയറി ഒരു സുവിശേഷം പറയാൻ വേണ്ടി. ഞാൻ എപ്പോഴും ശ്രദ്ധയിലുണ്ട്, നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് പറ്റിയിരിക്കുന്ന വലിയ പരാജയം എന്താണെന്നറിയാമോ? കേൾക്കാൻ മിടുക്കര, പറയാൻ സാവകാശം എന്ന് പറഞ്ഞെങ്കിലും അങ്ങനല്ല വേണ്ടത്, സുവിശേഷം പറയാൻ നമ്മൾ പഠിക്കണം. ഹലോ, സ്തോത്രം. സുവിശേഷം പറയാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാത്തിരിപ്പുണ്ടായിരിക്കണം. ഇവിടെ വന്ന് നമ്മൾ ചിലർ ശുശ്രൂഷിക്കുന്നുണ്ട്, ഇറ്റ്സ് ഗുഡ്, അത് നല്ലതാണ്. സ്തോത്രം. അല്ലാത്ത നമുക്കെല്ലാവർക്കും സുവിശേഷം പറയാം. നമ്മൾ ഒരേ സ്ഥലത്ത് നമ്മെ ദൈവം ആക്കിയത് എന്തിനാ? നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, നമ്മുടെ കുടുംബങ്ങളെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ദൈവം കൊണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാനിതൊക്കെ വീക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഈ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വലിയ പ്രാധാന്യമുള്ള സ്ഥലത്ത് ചിലർ പറയുന്ന കേൾക്കാം, ഈ മറ്റുള്ളവർ തന്നെ പറയും ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് അതിനിടയ്ക്കെന്ന് പറയും. പക്ഷെ ദൈവത്തിന് അവിടെ ഉദ്ദേശമുണ്ട്. കാരണം അങ്ങനെയുള്ള ശുശ്രൂഷയുടെ ഇടയിൽ എന്തുണ്ടെന്നറിയോ? നമുക്ക് ദൈവസ്നേഹം പകരുവാൻ കഴിയുമെന്നുള്ളത് ദൈവത്തിന് അറിയാം. പക്ഷേ നമ്മൾ പറയുന്നത് പോലെ ഒരിക്കലും ഒരു സുവിശേഷം വേഗത്തിൽ പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ ക്യാമ്പുകളിൽ പോകുന്നതുകൊണ്ട്, ക്യാമ്പിൽ മാത്രമല്ല, ഞാൻ എൻ്റെ എവിടെ പോയെന്ന് പറഞ്ഞാലും ചില സമയത്ത് എനിക്ക് ചില വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് വിളിക്കുന്നത് പ്രാർത്ഥനയ്ക്കല്ലാതായിരിക്കും. അല്ലാതെ നമ്മൾ ചെല്ലുമ്പം അവർ ചെല്ലുമ്പോൾ എന്തുകൊണ്ട് വിശേഷം, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, അവരുടെ ചോദ്യങ്ങളാണ്. പിന്നെ അല്ലെങ്കിൽ മറ്റു ഭക്ഷണ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും നമ്മളും അതിൽ കയറും. പക്ഷേ നമ്മൾ ഉള്ളുകൊണ്ടൊരു കാത്തിരുന്നെങ്കിൽ ഇതിനിടയ്ക്കൊരു വകുപ്പ് വരും, സുവിശേഷം പറയാൻ, ദൈവകാര്യം പറയാൻ. കേൾക്കുന്നുണ്ടോ? അനുഭവം പറയുവാൻ, ദൈവം നമ്മെ നടത്തിയത് പറയുവാൻ. കണ്ട് ഈ കാത്തിരിക്കുക എന്ന് പറയുന്നത് അത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു കാത്തിരിപ്പുണ്ടെങ്കിൽ എന്തുണ്ട്? കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യുന്ന പറയുന്നത്? ശക്തിയെ പറ ഉതുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഏതിനും ഒരു കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ദൈവത്തിന് എന്തുണ്ട്? ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. അതിനുള്ളിൽ ഒരു കാത്തിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൗതിക വിഷയം ഒരു വിഷയമല്ല. ഞാനിവിടെ വന്നു, ഞാൻ ആരും എന്നെ സ്പോൺസർ ചെയ്ത് അവിടെ ആക്കിയതല്ല. സ്തോത്രം. ഒരു സഭയാട്ടെ ഒരു സംഘടനയാട്ടെ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എനിക്കൊന്നറിയാം, കർത്താവിന്റെ വേല എന്ന് പറയുന്നത് നമുക്ക് എവിടെയും ചെയ്യാം. ദൈവം അതിന് നമുക്കുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ പരിജ്ഞാനത്തോട് ചെയ്യണമെന്നുള്ളത്. ഞാൻ അവിടെ ഒന്നേ തുടങ്ങിയപ്പോഴാണ് ആരും വരുന്നില്ലായിരുന്നു. സ്തോത്രം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ഒന്നുണ്ട് സഹോദരന്മാർ ചില വിഷയങ്ങളുമായി ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. നമ്മൾ എന്നെ അത്ഭുതപ്പെടുത്തിട്ടുണ്ട്. ഈ ഹിന്ദി സഹോദരങ്ങൾ ഇവരൊക്കെ വരുമ്പോൾ വേഗത്തിൽ അവർക്ക് വിടുതലുണ്ടാകുന്നത്. ഒരു ആശ്വാസമെങ്കിൽ ഒരു ബ്രദറാണെങ്കിൽ ഈ കൈയെല്ലാം കൂടെ ഇങ്ങനെ ഈ കുഷ്ഠം പോലെ ഇങ്ങനെ പൊള്ളി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു 1 മാസമായെന്ന് പറഞ്ഞു വന്നിട്ട്. അതിന് മുമ്പ് കക്ഷിയില്ലായിരുന്നു. അവിടെ വന്നിരുന്ന് എനിക്ക് അത്ഭുതപ്പെട്ടു ഇദ്ദേഹം എങ്ങനെ ഭക്ഷണം വാരി കഴിക്കുന്നുള്ളത്. അപ്പൊ ബാക്കി കാര്യമൊന്ന് ചിന്തിച്ചു നോക്കി, അദ്ദേഹത്തിന്റെ ജോലി കാര്യങ്ങളും എല്ലാം ആവശ്യക്കാരും. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? അന്ന് മൊത്തം കൂടെ 6-7 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൈകോർത്ത് ഈ സഹോദരനെ നടുക്ക് നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ മറ്റവർക്കൊന്നും അവരൊന്നും യേശുവിനെ വലുതായിട്ട് കേട്ടവരൊന്നും അല്ല കേട്ടോ. സ്തോത്രം. അറിയാവുന്ന 2 പേരുള്ള അതിനകത്തുള്ളത്. ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് പോലും അത്ഭുതമായി. അടുത്ത ആഴ്ച വന്നപ്പോൾ കാണാം എല്ലാം വരണ്ടുണങ്ങി. ഈ സഹോദരന്റെ സാക്ഷ്യം പറയുന്നത് കേൾക്കണമായിരുന്നു. അടുത്ത ദിവസം ഇദ്ദേഹം പോയി 3-4 പേരെ അടുത്ത ബുധനാഴ്ച കൊണ്ടുവന്നു. സ്തോത്രം. അവിടെ പലരും നമ്മൾ സുവിശേഷം പറയുന്നെങ്കിലും അങ്ങനെ ഇതിനകത്ത് വന്നവർക്ക് ലഭിച്ചതായിരിക്കുന്ന അനുഭവങ്ങളും അവർ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിക്കും. ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇവർ വരുമ്പോൾ തന്നെ 7 മണിയാവും. പിന്നെ ഇവർക്ക് ഭക്ഷണം വെക്കാൻ പോകണം. നമ്മൾ 8:30 മുതൽ അവിടെ തുടങ്ങുന്നത്. 8 മണിക്ക് ഞാൻ പോയി ഇരുന്ന് പ്രാർത്ഥന തുടങ്ങും. 8:30 മുതൽ 10 മണി വരെ 10 മിനിറ്റ് മുമ്പ് നിർത്തണം. കാരണം അവിടെ ഗേറ്റ് അടയ്ക്കും 10 മണിയാകുമ്പോഴാണ്.
അത് അങ്ങനെ ഒരു കമ്പനിയുടെ ഒരു സ്ഥലമാണ്. അവർ പണ്ട് മുതലേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന. അപ്പം അങ്ങനെ ഉള്ള ഇതില്ല. അപ്പം ഞങ്ങളത് തുടങ്ങി കഴിയുമ്പോൾ എന്തുണ്ട്, അപ്പം ഞാനിങ്ങനെ ദൈവത്തെ ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഈ അജൂഢതൊക്കെ വന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞു, ഇവർ ഇച്ചിരി ഭക്ഷണം ഇവർക്ക് കൊടുത്തിരുന്നത് നല്ലതെന്ന് പറയും. ഒന്ന് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ എനിക്ക് കറി വെക്കാൻ അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് കറിയൊക്കെ വെക്കാൻ അറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കറി വെച്ചോണ്ട് വന്നു, കുപ്പൂസും മേടിക്കും. സ്തോത്രം. അതുകൂടെ ഉണ്ടെന്ന് അറിയപ്പോൾ കാരണം ഇവർ വലിയ ഹാപ്പി. കാരണം ഇവർക്ക് വൈകിട്ട് വന്ന് പിന്നെ ഭക്ഷണം വെക്കണ്ട, ആരും മുടക്കത്തില്ല, എല്ലാവരും വന്നിരിക്കും പ്രാർത്ഥനയ്ക്ക്. നമുക്ക് സ്വസ്ഥമായിട്ട് അവരോട് ദൈവത്തിന്റെ വചനം പറയാം. പ്രൈസ് ലോർഡ്. ഒന്നും അറിയാത്തവര്, യേശുവിനെ കുറിച്ച് ഒന്നും അറിയാത്തവര്, പക്ഷേ ഇന്ന് അവരെല്ലാം ഉണ്ടല്ലോ കർത്താവിനെ കുറിച്ച് ഒരു സാക്ഷ്യങ്ങൾ. നമ്മൾ സാക്ഷ്യം പറയാന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടൊക്കെ ഒരു സാക്ഷ്യം പറയാന്ന് പറഞ്ഞാൽ വളരെ ഒരാളെ എണീപ്പിക്കണം, ഇല്ലേ? അവരെന്തുവേലും പറയും, എണീറ്റിട്ട് പറയും ഇന്നുപോലെ എൻ്റെ വീട്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എന്തുവേലും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ്, എന്നിട്ട് അവര് തന്നെ അവരുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വിടുവിച്ചെന്ന് പറയുന്നത് കേൾക്കണം. ഇതിലല്ല ഒരു അത്ഭുതം നടന്നു. ഇതിനകത്തുനിന്ന് ഒരു 3-4 പേരെ പെട്ടെന്ന് അവർ സജ്ജ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് മാറ്റി. ഞാൻ ആകെപ്പാടെ ഭാരപ്പെട്ടു. അവരവിടെ ചെന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കൂ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം പോകും, സജ്ജയിൽ ചെല്ലും. അവിടെ ഒരു പാർക്കുണ്ട്, സജ്ജയിൽ ഒരു പാർക്കുണ്ട്. നിങ്ങൾ എന്തായാലും ചെല്ലണം. ചൊവ്വാഴ്ച ദിവസം അവിടെ ചെല്ലണം, വ്യാഴാഴ്ച ദിവസം ചെല്ലണം. അവിടെ അവിടെ ഈ സഹോദരങ്ങൾ അവിടെ ഒറ്റയ്ക്ക്, ഈ 4 പേര് ഒറ്റയ്ക്ക് വന്നിരുന്ന് തുടങ്ങിയതാണ്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോകത്തുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാം ഇന്ത്യക്കാർ, മലയാളികളൊന്നുമല്ല. ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പോൾ കാണാം മറ്റുള്ള ആരാണ്ടൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടു. അത് വേറെ സംഭവം. അവിടെ ഒരു നല്ല പാർക്കാണ്, നമുക്ക് ഇരുന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം, പാട്ട് പാടാം, സുവിശേഷം അറിയിക്കാം. നമ്മൾ വിചാരിക്കും ഈ ക്യാമ്പിൽ ഇത്രേ ഉള്ളു, ഒരുപാട് പേര് ചെന്ന് കയറരുത്, 2 പേര് കൂടരുത്, അതുള്ളു. ഈ 2 പേര് കൂടുമ്പോൾ ഇവർക്ക് സംശയം ഉണ്ടാകും, ഞങ്ങളെ വല്ലതും സേടി പിടിക്കാൻ വന്നതാണ്. ഇതിനകത്ത് വിസ ഇല്ലാത്തവരുണ്ട്, ഐഡിയ ഒക്കെ ഇല്ലാത്തവരുള്ളത് കൊണ്ട് ഇവർ നമ്മൾ ആകെപ്പാടെ ഒന്ന് നോക്കും. 1-2 പേരോ ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ ചെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവര് റൂമിനകത്ത് താഴോട്ടങ്ങ് ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ എപ്പോഴേലും ഒക്കെ എൻ്റെ കൂടെ വന്നാൽ മതി, ഒരേ ദിവസം ഒന്ന് കാണും. നല്ല അനുഗ്രഹം. നമ്മളുണ്ടല്ലോ ഈ മെസ്സേജ് പറയുന്നതിനെക്കാട്ടിലും കേൾക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ആത്മീയരായി തീരും. നമ്മൾ വളരെ ആത്മീയ, എന്താ പറയുന്നത്, ഒരു ശക്തി പുതുക്കി നമുക്ക് പറയാം. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും പരിജ്ഞാനത്തോടെ ഇരുന്ന് ആരും അവിടെ ഇതിനെതിരും ഒന്നുമല്ല. നമ്മൾ അവിടെ ചെന്നിട്ട് എണീക്കാൻ നേരത്ത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാന്ന് പറയുമ്പം ആളാം പ്രതി കട്ടിലെ കിടന്നവര് പോലും, എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ ഇത്രയും ഒരു വർഷത്തിന് മേളിൽ അറിയാമല്ലോ, ഞാൻ കാണുന്നതാണ് അവിടെ അവരെല്ലാവരും എളുപ്പം എണീറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഞാൻ ആ സമയം കൊണ്ട് അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഓരോരുത്തരെ പോയി ഇങ്ങനെ തൊടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ അവർ കുറച്ചുകൂടെ നമ്മുടെ അടുക്കലോട്ട് അടുത്തടുത്ത് വരും. നമ്മൾ പറയുന്ന പോലെ ഒന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ അവൻ മുട്ടുമടക്കും, ഒരു സുവിശേഷത്തിന് മുമ്പിൽ അവൻ നമ്രനായി തീരും. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ള കഥകളിലും കാര്യങ്ങളിലും പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഒന്ന് വാക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് എത്ര ദുഷ്ട മനുഷ്യനാന്ന്. അതിനകത്ത് ചിലർ കുടിച്ചിട്ട് പോലും ഞങ്ങളുടെ അടുക്കലൊന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ എനിക്ക് നല്ല അനുഭവമുണ്ട്. പക്ഷെ ആ കയറിയ തീരത്തില്ല, അതുപോലെ ക്യാമ്പ് കിടക്കുന്നത്. സ്തോത്രം. അതിൽ പകലാണെങ്കിൽ ഏറ്റവും വലിയ സൗകര്യമാണ്. പകല് ഈ വിസ ഇല്ലാത്തവര്, അതുപോലെ തന്നെ പനി പിടിച്ച് കിടക്കുന്നവര്, അപ്പൊ നമ്മൾ ഓരോരുത്തരെ വിളിക്കും. ഏറ്റവും വലിയ ചിലരൊക്കെ ചെല്ലാൻ പറയും, 1 കിലോ താല് മേടിച്ചു തരാവുന്നവരെ നമ്മളോട് അയക്കുന്നു. കാരണം ശമ്പളം കിട്ടിയ നാളുകളായി, ചിലർക്ക് രോഗികളായി, അങ്ങനെയൊക്കെയും കൂടെ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുമ്പോൾ വലിയ പ്രയാസം തോന്നും. പക്ഷെ ദൈവം അതെല്ലാം അതാത് സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഇല്ലെങ്കിലും അർഹിക്കപ്പെട്ടവരെ അത് ചെയ്യുവാൻ അതും ദൈവം സഹായിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരുടെ ഇടയിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഉരുതഴിച്ചു പോകും. സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ, സുവിശേഷം കേൾപ്പാൻ ഇന്നും കാതുകളുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായുള്ള ഒരു മറുപടി ഉണ്ട്, ദൈവത്തിന്റെ ആയിരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. ഇവിടെ കാത്തിരിക്കുന്ന വിഷയത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്. ഇങ്ങനെ അതിന്റെ ഇവിടെ നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തില് കാത്തിരിപ്പിനെ നമ്മൾ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. ഇവിടെ 40-ാം സങ്കീർത്തനത്തിന്റെ 1 പറഞ്ഞ യഹോവയ്ക്കായി കാത്തിരുന്നു. 40 യെശയ്യാവ് 40:31 പറയുകയാണ്, ഞാൻ യഹോവയെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. വിലാപം 3:26 പറയുന്നു, രക്ഷയ്ക്കായി മിണ്ടാതെ ഇരുന്ന് കാത്തിരിക്കുക എന്നാ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാത്തിരിപ്പിന് നടുവില നമ്മുടെ ജീവിതത്തിൽ ഒരു കടം വന്നാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഒരു ദൈവത്തിന്റെ വരവിന് വേണ്ടി നമ്മൾ വളരെ ക്ഷമയോട് കാത്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും?
അതുപോലെ തന്നെയാണ് നമുക്കറിയാം, പ്രകൃതിപരമായിട്ട് ഞാൻ ഇത് ധ്യാനിക്കുന്ന സമയത്ത് എന്നെ ദൈവാത്മാവ് ഓർമ്മിപ്പിച്ച ചില കാര്യങ്ങളാണ്. മക്കളില്ലാതിരിക്കുന്ന ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു കുടുംബം, അവർ വിവാഹം കഴിഞ്ഞ് 5 വർഷമായി 8 വർഷമായി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് ഉള്ള ഒരു ആഹ്വാനം നമ്മൾ നടക്കുമ്പോൾ ഭൗതികമായ ജീവിതത്തിൽ അവർക്ക് എന്തില്ല? ഒരു കുഞ്ഞില്ല. നമ്മൾ പ്രതീക്ഷിച്ച വളർച്ചയ്ക്ക് വിപരീതമായി പോകുന്ന ഒരു പൈതലിന്റെ മടങ്ങി വരവിന് വേണ്ടിയുള്ള ചിന്തയിലായി കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന കാത്തിരിപ്പിന് വ്യതിചലനം ഉണ്ടായില്ലേ? ഒന്നും വേണ്ട. നമ്മുടെ ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ പിന്നെ നമ്മുടെ കാത്തിരിപ്പ് എങ്ങോട്ടായിരിക്കും? അത് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത ഒരു രോഗം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കാത്തിരിപ്പ് എങ്ങനെ ആയിരിക്കും? ഒരു മരണക്കിടക്കയിൽ ഒരു ആശ്വാസം കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെയും കാത്തിരിപ്പ് എങ്ങനെ ആയിരിക്കും? നോക്കണം. അപ്പൊ കാത്തിരിപ്പിനെ ഈ ലോകം എന്ത് ചെയ്യുന്നു? വില കൊടുത്ത് നഷ്ടപ്പെടുത്തി നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ ഉള്ളുകൊണ്ട് ആർക്കൊക്കെയോ കാത്തിരിക്കുന്നതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവര് സന്ധ്യയാകുമ്പോൾ നമ്മുടെ കൂടാരത്തിലേക്ക് വന്നെത്തണമെന്നുള്ളൊരു കാത്തിരിപ്പ്. അവർ വരുന്ന സമയം 7 മണിയാണെങ്കിൽ 7 കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിനുള്ളിൽ ഒരു കാത്തിരിപ്പിന്റെ അനുഭവം തുടങ്ങും. എന്ന് പറയുന്നത് പോലെ ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന മനുഷ്യന് കൊടുത്ത ആത്മീയ ആരാധനയിലൂടെ തൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആത്മീയ പ്രചോദനത്തിലൂടെയുള്ള കാത്തിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവങ്ങൾ കൊണ്ടിട്ട് ലോകം നമ്മളെ യഥാർത്ഥമായിരിക്കുന്ന കാത്തിരിപ്പിൽ നിന്നും വഴിതിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടെയാണ് യേശു പറഞ്ഞ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ് എന്ന് പറയുമ്പോൾ ഒരു ദൈവരാജ്, ഒരു ആത്മാവിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കാത്തിരിപ്പിനെ ദൈവകൃപയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനിടയായിത്തീരും. നമുക്ക് അങ്ങനെ ഒരു സ്ത്രീയെ പരിചയപ്പെടാം. ഒരു കടഭാരത്തിൽ വളരെയധികം വ്യാകുലപ്പെട്ട് അവര് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുകയും ഇസ്രായേലിന്റെ രാജ്യത്തിന്റെ സ്ഥാപനം കാത്തിരിക്കുകയും ഇസ്രായേലിന്റെ ദൈവം വരുമെന്നുമുള്ളതായിരിക്കുന്ന വലിയ പ്രതീക്ഷയിലിരിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് എല്ലാവരും കോമൺ ആയിട്ട് അറിയുന്നതാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിന്റെ 4-ാം അധ്യായം, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്. അവിടെ അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ അപ്പൊ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരാളായിരുന്നു. അപ്പൊ ഇവര് എങ്ങനെയുള്ള കുടുംബമായിരുന്നു? ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു. കണ്ടോ? സ്തോത്രം. ഇവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച്, നമ്മുടെ എല്ലാം ഒരേ ശുശ്രൂഷയ്ക്ക് ഇവിടെ കൈത്താങ്ങൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരാൾ കീബോർഡിൽ, ഒരാൾ പാട്ടില്, ഇന്ന് വചനം ധ്യാനിച്ചു, നമ്മൾ കൈയടച്ച് ദൈവത്തെ ആരാധിച്ച്, സ്തോത്രം. എല്ലാത്തിനും ഒരു എന്ത് കൊടുക്കുകയാണ്? ഒരു കൈത്താങ്ങൽ കൊടുക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ദൈവത്തെ നേരിട്ട് വിളിക്കുവാനുള്ളതായിരിക്കുന്ന പ്രാഗൽഭ്യമില്ലായിരുന്നു. അന്ന് ബാലിന്റെ ആയിരിക്കുന്ന ശക്തികളും പ്രവർത്തികളും ഒക്കെ നിൽക്കുമ്പോൾ ദൈവം പ്രവാചകന്മാരെ ആയിരുന്നു അവിടെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പ്രവാചകന്മാർ എന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിച്ച് അവരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുമ്പോൾ ഈ കുടുംബം അവർക്ക് വേണ്ടിയുള്ള എല്ലാ കൈത്താങ്ങലും കൊടുത്ത് അവര് സന്തോഷത്തോട് ഇസ്രായേലിന്റെ ആയിരിക്കുന്ന രാജ്യത്തിന്റെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോഴാണ് ഈ ഭവനത്തിന് എന്തുണ്ടാകുന്നു? തൻ്റെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർക്ക് ഒരു നഷ്ടം വരികയാണ്. പറയുകയാണ്, അവിടെ ഒരു പരാതി പോലെ ചെന്നിട്ട് പറയുകയാണ്, അവനോട് നിലവിളിച്ചിട്ട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? അപ്പൊ അവർക്ക് എന്തുണ്ട്? ഒരു നിലവിളി ഉണ്ടായിരുന്നു. അവൾ ആരോടാ നിലവിളിച്ചെന്നറിയാമോ? പ്രവാചകനോടാ നിലവിളിച്ചത്. ആ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, നമ്മളെ ദൈവമെന്ന് പരിചയപ്പെടുത്തിയത് ആരാ? കർത്താവാണ്, അല്ലേ? യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ദൈവത്തെ വിളിച്ചോണ്ടിരുന്നത്? എങ്ങനെയായിരുന്നു നമ്മൾ ദൈവത്തെ വിളിച്ചോണ്ട്? എബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. സ്തോത്രം. കർത്താവ് ഭൂമി വന്നതിന് ശേഷമാണ് നമുക്ക് പൂർണ്ണമായി സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളത് നമ്മെ മനസ്സിലാക്കി തരികയും നമുക്ക് വിളിക്കാനുള്ള അർഹത ലഭിച്ചത്. ഈ സമയം കൊണ്ടാണ് ഈ അന്യജാതിക്കാർ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരിതുപോലെ തന്നെയാണ് പല ദൈവങ്ങളുടെ പേരെടുക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണമെന്നില്ലല്ലോ. സ്തോത്രം. അങ്ങനെ ഇന്ന പേരെടുത്താണ് അവരും എന്ത് ചെയ്യുന്നത്? ദൈവത്തെ. അപ്പൊ നമ്മൾ അന്ന് എബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ അവര് മറ്റൊരു പേരെടുത്തത്. അങ്ങനെ ജനം തങ്ങളുടെ ഹൃദയത്തിന് ബോധിച്ച പ്രകാരം എന്ത് ചെയ്തു? ദൈവത്തിന് നാമമിട്ട് ദൈവത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അവരോട് എന്തുണ്ടായി? നിരസമുണ്ടായി. അതിനെ ഒരു പാപമായ ദൈവം കണ്ടത്.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, നമുക്ക് യേശുക്രിസ്തു വന്നതിന് ശേഷം സ്വർഗസ്ഥനായ പിതാവിനെ നമ്മൾ പരിചയപ്പെടുത്തിയതിന് ശേഷം ബാലിന്റെ ശക്തികളുമായി ജീവിക്കുന്ന അനവധി മനുഷ്യന്റെ ശക്തികളും അതിന്റെ പ്രവർത്തികളും അതിന്റെ ആരാധനകളും ഇന്നും നിലനിൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിനൊരു കാത്തിരിപ്പല്ല വേണ്ടത്, അതിനൊരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാത്തിരിപ്പായിരിക്കണം നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മിഷണറി യാത്രയിൽ നമ്മുടെ കുടുംബങ്ങളിൽ പോയി അനേക ബന്ധനം എന്ന് പറഞ്ഞാൽ, ഞാൻ റാന്നിയിലൊരു കുടുംബത്തിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന എന്തിനാണെന്നറിയാമോ? കാല് പൊളക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന അവരുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ കാല് പൊളക്കുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറ്റുന്ന ഭയങ്കര വേദനയും കാര്യങ്ങളുമാണ്. ഞാൻ വിചാരിച്ചു ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിക്കാൻ പതാം. ഞാൻ ആ വീട്ടിൽ ചെന്ന്, നമുക്കറിയാം നമ്മുടെ ഉള്ളംകാല് വെക്കുമ്പോൾ നമുക്കറിയാം ഒരേ അനുഭവം ഉണ്ട്, അല്ലേ? സ്തോത്രം. നമുക്ക് ദൈവം, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരെ കുറിച്ചൊരു മൊത്തം ഒരു പിക്ചർ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അവരോട് പറയാൻ വേണ്ടിയല്ല, അതാ പരിജ്ഞാനം ഇല്ലാതെ വരുമ്പോൾ നമ്മളെ അവരോട് അങ്ങ് പറയും. അങ്ങനെ ചെയ്യരുത്. സ്തോത്രം. അത് ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹമാണ്. ഹലോ, സ്തോത്രം. പ്രത്യേകിച്ച് ദൈവമക്കൾക്ക് കുറച്ച് കൂടുതൽ ദൈവം വെളിപ്പെടുത്തി തരും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അത് കാത്തിരിക്കുന്നവർക്ക് ഇത് പറ്റത്തുള്ളൂ കേട്ടോ. ആരെ കാത്തിരിക്കുന്നവർക്ക്? ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക്. സ്തോത്രം. അപ്പൊ നമുക്കത് വെളിപ്പെടുത്തി തരും. പക്ഷെ നമ്മളത് പരിജ്ഞാനപ്രകാരം അത് പറയേണ്ട സമയത്ത് കാത്തിരുന്ന് പറയാനും പ്രാപ്തരായി തീരണം. അതാണ് നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം. അതാണ് നമ്മുടെ ബലം, നമ്മുടെ ആത്മാവിന്റെ ശക്തി എന്നൊക്കെ പറയുന്നത് അതാണ്. ഞാനവിടെ കയറി ചെന്നപ്പോൾ എനിക്കന്നേരം ഞാൻ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഈ വീടിന്റെ മുറ്റത്ത് ആവശ്യമില്ലാത്തത് കൊണ്ട് കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഇന്നുപോലാണ്, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങൾ ഈ വീടിന്റെ നടുമുറ്റത്ത് അല്ലാതെ തന്നെ വസ്തുവിന്റെ 3 മൂലയ്ക്കും നിങ്ങൾ ആവശ്യമില്ലാത്ത കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ കണ്ണി നോക്കി. പക്ഷെ ഇതിനകത്ത് ആ സഹോദരി അതിനകത്ത് ഇൻക്ലൂഡിങ് അല്ലായിരുന്നു. അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് സിസ്റ്റർ എന്നെ ഇങ്ങനെ എടുത്തു നോക്കി. പ്രാർത്ഥിക്കുന്ന ഒരു സൗകര്യമായിരുന്നു അത്. പക്ഷെ ആണെങ്കിൽ തന്നെയും നിൽക്കുന്ന ഇതിൽ നിന്നുണ്ട്. അപ്പൊ എന്തുവാണെന്നറിയാമോ? ഹസ്ബൻഡ് ചെയ്ത പണിയാണ്. വേറൊരാൾ മദ്യം മാറാൻ വേണ്ടി ചെങ്ങുന്നു, ഇവിടെ ചങ്ങനാശ്ശേരി ചെന്ന് ഒരു മുസ്ലിം സ്ഥാപനത്തിൽ പോയി മൊട്ട അവരുടെ ഇതിൽ കുടിമാറാൻ വേണ്ടി മൊട്ട മന്ത്രം ചെയ്യും. എന്തൊക്കെയാണ് നമ്മൾ നോക്കണം. കൊണ്ടുവന്ന് ഈ വീടിന്റെ മുറ്റത്തും 3 മൂലയ്ക്ക് അവർ ഒഴിച്ചിട്ട് അവസാനം അവരൊക്കെ പറയേണ്ടി വന്നു. അവസാനം അവരെടുക്കുക തന്നെ ചെയ്തു. നോക്കിയേ, ഞാൻ പറഞ്ഞു വരും, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ആൾക്കാരെയാണ് പലപ്പോഴും കാത്തിരുന്നിട്ട് വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത്. സ്തോത്രം. നിനക്കൊരു കടഭാരമായിരിക്കും ഇവിടെ ഉള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നഷ്ടപ്പെട്ട അനുഭവമായിരിക്കും. പക്ഷേ കാത്തിരിപ്പ് ആരോടായിരിക്കണം? ദൈവത്തോടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തെറ്റിക്കുവാൻ അനേകരുണ്ട്. ഇവള് ചെന്നത് എവിടെ? ഇവക്ക് വേണമെങ്കിൽ അന്ന് ബാലിന്റെ ശക്തികൾ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അന്ന് അവർക്കൊക്കെ റൊട്ടിയൊക്കെ പലതരത്തിൽ കിട്ടുമായിരുന്നു. അവരുടെ കാര്യസാധ്യമൊക്കെ നടക്കുമായിരുന്നു. അന്ന് ഭയങ്കര അത്ഭുതം നടക്കുമായിരുന്നു. ഈ പ്രവാചകൻ പാപത്തെക്കുറിച്ച് ബോധം വരുത്തത്തുള്ളൂ, മറ്റൊരതല്ല ചെയ്യുന്നത്. അവരവരുടെ ഭൗതിക കാര്യത്തിന് വേണ്ടി അത്ഭുതം ചെയ്യുമായിരുന്നു. ഹലോ, സ്തോത്രം. അപ്പൊ ഏതാ ഇഷ്ടപ്പെടുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ദൈവവചനത്തിന് മുമ്പിൽ വരുമ്പോൾ നമ്മളെ എന്തോ ബോധപ്പെടുത്തുന്നത്? തിരുവചനപ്രകാരം നമ്മുടെ കുറവുകൾ ബോധപ്പെടുത്തുക. കുറവുകൾക്ക് ബോധം വരുമ്പോൾ എന്ത് ചെയ്യുക? ദൈവം നമ്മളെ സ്നേഹിക്കുക. തെറ്റ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എൻ്റെ ഒരു തെറ്റ് തിരുത്താൻ വരുന്ന അതല്ലേ എന്നെ സ്നേഹിക്കുന്നേ? ഹലോ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കുഞ്ഞെ, ആര് നമ്മളെ തിരുത്താൻ വന്നാൽ അവരാ സ്നേഹിക്കുന്നത്, വേറെ ആരും സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്? നമ്മളെ നമ്മൾ ചിലപ്പോൾ ഇന്ന് തന്നെ സങ്കീർത്തനം അത്ര ആഴത്തിലേക്ക് ഇറങ്ങി നമ്മളോട് ഇത് ചെയ്തു. നമ്മൾ ചിലപ്പോൾ വേറെ ഒന്നുമില്ലായിരുന്നു എന്നൊക്കെ ചെയ്തു. നമ്മളെ ദൈവം അത്രയ്ക്ക് സ്നേഹിക്കുന്നു. ഞാൻ ഇന്ന് അവിടെ ഇരുന്നോട് ചിന്തിച്ചു, ദൈവം നീ ഇങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞാനത് അവിടെ ഇരുന്നോട് ചിന്തിച്ചത്. സ്തോത്രം. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും നമുക്ക് തന്നെ അറിയാം നമ്മുടെ ബലഹീനതകളെ. അത് ദൈവം എന്ത് ചെയ്തു? സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി, നീ എൻ്റെ പ്രിയ മക്കളാണ്, സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നമ്മളെ ചേർക്കുവാൻ തക്കവണ്ണം നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നുണ്ടെങ്കിൽ, സ്തോത്രം, അപ്പൊ അവര് ക്ഷമയോട് കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രതീക്ഷ, അവരുടെ കാത്തിരിപ്പ് അവരുടെ ദൈവത്തിലായതുകൊണ്ട് അന്ന് പ്രവാചകനിലൂടെയായിരുന്നു അവരുടെ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് എലീശ എന്നിട്ട് ചെന്നിട്ട് പറയുകയാണ്, നിലവിളിച്ചിട്ട് പറയുകയാണ്. എന്താ പറഞ്ഞത്? മരിച്ചുപോയി. നമുക്കറിയാവുന്ന ഒരു പശ്ചാത്തലം. അപ്പൊ നോക്കണം, അവരുടെ കാത്തിരിപ്പ് എങ്ങോട്ട് തിരിച്ചുവിട്ട് ഇപ്പൊ ഇവരുടെ ഭൗതിക വിഷയത്തിലേക്ക് പോയി. നമ്മൾക്കറിയാം, നല്ലപോലെ ലീഡ് ചെയ്യേണ്ടതായിരുന്നു ആ സഹോദരൻ ഇവിടെ, അല്ലേ? അച്ഛൻ ഇവിടെ. അപ്പൊ കാരണം നമുക്ക് എന്തുണ്ടായി? നിലമ്പൂരില് ആശാ സിസ്റ്റർക്ക് സുഖമില്ലാത്ത കാര്യം പറഞ്ഞു, അല്ലേ? നമ്മളെ ഉള്ളിന്റെ ആ അനുഭവം അറിയുന്നില്ല.
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്തുണ്ട്? ഒരേ വിധ അവരുടെ ആ ആശ അവരുടെ ആയിരിക്കുന്ന കാത്തിരിപ്പിനെ എന്ത് ചെയ്യുകയാണ്? ശത്രുവായവൻ തിരുത്തുകയാണ്. അപ്പൊ കാത്തിരിക്കുന്നതിനകത്ത് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ എന്നുള്ള കാത്തിരിപ്പ് വരുമ്പോൾ അതില്ല എന്നുള്ളതായിരിക്കുന്ന നിലകളിൽ നമുക്ക് പുറത്ത് എന്ത് ചെയ്യണം? നഷ്ടങ്ങൾ വരുത്തുകയാണ്. ഹലോ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് പറയാം, ഈ ദൈവത്തിലൂടെയുള്ള കാത്തിരിപ്പിൽ നീ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല. താമസിച്ചാലും നിശ്ചയമായി കാത്തിരിപ്പിന് ഒരു മറുപടിയുണ്ട്, അത് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ വഴിതിരിച്ച് നമ്മളെ കൊണ്ടുപോകുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞ്, ഈ കുടുംബത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലാണ് ഞാൻ ഇന്നും ഓർക്കൊരു വീട്ടിൽ ചെന്ന് അത് നമ്മുടെ കുടുംബങ്ങളാണ്. അതാണ് ഏറ്റവും എനിക്ക് സങ്കടം തോന്നുന്നത്. സ്തോത്രം. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ മൊത്തം കുടുംബങ്ങളില്ല കേട്ടോ, മൊത്തം അത്രയ്ക്ക് അങ്ങോട്ട് പോകത്തില്ല. യാക്കോബ് ഓർത്തഡോക്സ് ഒക്കെ ഞാൻ സഭ ഇത് പറയാം, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞു അവിടെ ഞാൻ ഒരു സന്ധ്യയ്ക്ക് ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ കാണാം എല്ലാം വെള്ളം അടിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് മുരുകന്റെ ശക്തി അവകാശം പറയുന്നെന്ന് പറഞ്ഞ്, ഞാനപ്പോ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ അച്ഛനൊന്ന് നോക്കി, എന്നിട്ട് നോക്കിഞ്ഞു വിട്ട്. 2 ദിവസം കഴിഞ്ഞ് ഒരു സന്ധ്യ ആയപ്പോൾ എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു എന്താ ഉപദേശം അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, നിങ്ങൾ പളനി ക്ഷേത്രത്തിൽ വല്ല പോയിട്ടുണ്ടോ? അവിടെ അവന് ഞാൻ എൻ്റെ മോനെ കൊണ്ട് എല്ലാ വർഷവും പളനി ക്ഷേത്രത്തിൽ പോകുന്നു. കൂളാട്ടാ പറയുന്നത്. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ ഇതുപോലുള്ള വചനം കേട്ട് നമ്മളെ കാത്തിരിക്കേണ്ടവന്റെ അടുക്ക കാത്തിരുന്ന് നമ്മളെ ക്രമപ്പെടുത്തി ശുദ്ധീകരിച്ച് നീതീകരിച്ച് പാപമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നേറുവാൻ ദൈവം നമുക്ക് തരുന്ന കൃപ നോക്കണം. ചിലർ ചിന്തിക്കും ഞാനൊരു തെറ്റ്, ഈ പാവം എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ, ഈ ജഡസംബന്ധമായ പാവമല്ല. പ്രൈസലോട് ഇസ്രായേലിന്റെ ദൈവത്തെ വിട്ടുപോകുന്നത് മുഴുവനും പാവമാ. പഴയനിയമം വായിച്ചു നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ശരിയാണ്, നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഒരു പക്ഷെ ഒരു സ്ത്രീ പുരുഷ അതല്ല ഉദ്ദേശിക്കുന്നത്, അത് അവിടെ നമ്മൾ ഫിറ്റാണ്. പക്ഷേ പിശാചിനറിയാം മറ്റൊരു വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വഴിതെറ്റിച്ചു കൊണ്ടുപോയി നമ്മുടെ കാത്തിരിപ്പിനെ തെറ്റിച്ച് മറ്റൊരു കാത്തിരിപ്പിന്റെ സാന്നിധ്യത്തെ നമ്മളിൽ കൊണ്ടുവന്നിട്ട് അത് സ്ഥാപിച്ചെടുക്കുവാൻ ശത്രുവായവൻ ശ്രമിക്കുമ്പോൾ അവിടെ കാത്തിരുന്ന് ദൈവവചന പ്രകാരം നേരിട്ട കുടുംബത്തെ രക്ഷിപ്പാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പുല്ലാട് ഭവനത്തിൽ ഒരു വീട്ടിൽ ഞാൻ പോയി ഇതുപോലെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയുന്നത് എന്തിനാന്ന് നമ്മളും ചെയ്യണം. ഒരു ഭവനത്തിൽ ഒരു പക്ഷെ നീ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ. തിരുത്തേണ്ടത് കാത്തിരുന്ന് തിരുത്തുവാൻ നമ്മൾ സന്നദ്ധരാകണം. തല പോയെന്ന് പറഞ്ഞാൽ അതൊരു സുവിശേഷമാണ്. അത് ദൈവസന്നിധിയിൽ ഒരു ശക്തിയാ. അത് ദൈവരാജ്യത്തിലേക്ക് വീണ്ടെടുപ്പാനിടയായി തീരും. ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന സമയം തീർന്നു. എന്നോട് ദൈവാത്മാ, ഞാൻ ഒരു വീട്ടിൽ ചെന്ന ഒരു സൗകര്യമാണ്, ഇത്ര ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുക, ഒരു ബന്ധക്കകത്തൊരു വെള്ളം ഇരുന്ന് അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ 2 സൗരന്മാരുണ്ട്. സുവിശേഷം പറയുന്ന കൂട്ടത്തിൽ എന്നോട് ദൈവാത്മാ പറഞ്ഞ ആ വെള്ളം എടുത്താൽ സൗകര്യയുടെ കാലിലൊഴിക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇത് തോന്നി. വീണ്ടും എൻ്റെ മനസ്സിൽ പ്രേരണ തരുവാണ്. ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ പറ്റും, അവര് ആ പടിയാൻ നിൽക്കുകയും കൂടാണ്. ധൈര്യത്തോടെ എന്തോ ഞാൻ ചെന്ന് അത് ഒഴിക്കുമല്ല, ഈ സൗകര്യം നിൽക്കുന്ന നിപ്പിലൊരു കരച്ചില്. എന്നിട്ട് ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ ഒരു ബുധനാഴ്ച പ്രാർത്ഥന ഉണ്ട്. അതിന് വന്നപ്പോൾ എന്നോട് പറയുന്നത്, അവര് വാടക വീട്ടിൽ താമസിച്ചോ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. അവർ പറയുന്നത് എന്തോ, അമ്മായിമ്മ എന്തോ, നീ വന്ന നിന്റെ ഉള്ളംകാൽ ചവിട്ടി അന്നും മുതൽ ഇവിടെ നാശമാണെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുക. ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വലിയൊരു മനസ്സിനൊരു വ്യത്യാസം. പ്രിയപ്പെട്ടവർ നോക്കുക, ഏതെല്ലാം വിധത്തിലാണെന്നറിയാമോ ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ കാത്തിരിപ്പിനെ വ്യതിചലിപ്പിച്ച് ആവശ്യമില്ലാത്തതുപോലും പറഞ്ഞ് സ്ഥാപിച്ച് അവിടെ നമ്മെ നാശമാക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, നീ കാത്തിരുന്ന് കഴിഞ്ഞാൽ നിന്നോട് ദൈവാത്മാവ് ഒരു കാര്യം ചോദിക്കും, നിന്റെ വീട്ടിൽ എന്തുണ്ടെന്ന് ചോദിക്കും. ഇവള് പറയുന്ന ഒരു കാര്യമുണ്ട്, ശൂന്യമല്ലാത്ത ഒരു ഭരണിയുണ്ടെന്ന് പറയുകയാണ്. എനിക്ക് പതിയെ പോകാൻ പറ്റുന്നില്ല, സമയം തീർന്നു പോയിരുന്നു, ഒത്തിരി വിഷയമായി വന്നെങ്കിലും. സ്തോത്രം. ശൂന്യമല്ലാത്ത ഒരു ഭരണിയുണ്ടെന്ന് പറയുകയാണ്. അവള് പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ലെന്ന് പറയുകയാണ്. നോക്കണം, കാത്തിരിക്കുന്നവരുടെ വീട്ടിൽ എന്തുണ്ട്? ഭൗതികമായ ഒന്നുമില്ലേലും അനുഗ്രഹിക്കുന്ന ചില പാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവവേദനയിലെ ഹല്ലേലൂയ കടഭാരങ്ങൾ കാണാം, പ്രതികൂലങ്ങൾ കാണാം, പ്രതിസന്ധികൾ കാണാം, ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ കാണാം. ഞാനിതെല്ലാം അനുഭവിച്ചതിനോടാ ദൈവശക്തി ഞാനിത് പറയുന്നത്. സ്തോത്രം. സ്വന്തം വീട്ടിൽ നിന്ന് ഇന്ന് പോലും അന്വേഷിക്കാൻ ഒരാൾ വരാതിരുന്നപ്പോൾ 2 കുഞ്ഞുങ്ങളെ ക്ഷേമമായി വളർത്തുവാൻ ദൈവം സഹായിച്ച് ഇന്നയോളം ദൈവം നടത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ഞാൻ പറയാം, എന്റെ ഭവനത്തിൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ധൈര്യത്തോട് പറയണം, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ലെന്നുള്ളതായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കാത്തിരിപ്പിന്റെ ആയിരിക്കുന്ന നിറവിനെ കാണിക്കുന്നതാണ്. അതാണ് പാപിനിയായ സ്ത്രീയും ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതത്തിന്റെ എല്ലാ ചുറ്റുപാടിലും തന്നെ ഒറ്റപ്പെടുത്തി മലിനപ്പെടുത്തി എല്ലാവരും തള്ളപ്പെട്ടപ്പോഴും അവിടെ ഉള്ളിലെ കാത്തിരിപ്പ് പ്രകാരം അവൾ സൂക്ഷിച്ചിരുന്നതായിരിക്കുന്ന പരിമള തൈലമായി പ്രിയന്റെ കാൽക്കൽ വീഴുവാൻ ഇടയായിട്ട്
പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിന് നടുവിൽ ചില ജീവിതങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭൗതികമായ മേഖലയിൽ ചില ഞെരുക്കങ്ങളുമായി കടന്നു പോകുമ്പോൾ അകത്തളത്തിലായിരിക്കുന്ന ആത്മീയ അനുഗ്രഹം കൊണ്ട് ദൈവം നിന്റെ തലമുറയെ അനുഗ്രഹിപ്പാൻ ദൈവം മതിയായവനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കാത്തിരിപ്പ് മറ്റൊരു റൂട്ടിലേക്ക് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ കാത്തിരിപ്പിന്റെ ചിന്തകള് വേറൊരു നിലയിൽ നമ്മളെ കൊണ്ടുപോകാൻ ഇടവരരുത്. അല്പമേ ഉള്ളതിൽ ലഭിച്ച ദൈവകൃപയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് യാചനയിൽ മറക്കാതെ ദൈവത്തോട് യാചിക്കുന്ന വിഷയത്തിന് നടുവില ദൈവം ഇറങ്ങി വന്ന് അത് അനുഗ്രഹിച്ചു തരുവാനിടയായിത്തീരും. ഇങ്ങനെ അവിടെ വായിക്കുന്നത്, പ്രവാചകൻ പറഞ്ഞിട്ട് അവനങ്ങ് പോയി. ഈ കുഞ്ഞുങ്ങളെയുമായി അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവര് പെരക്കകത്ത് കയറി വാതിലടച്ച്, അത് ശാന്തമായി ഒന്ന് ചിന്തിക്കേണ്ടത് നോക്കണം. അവര് യേശു പറഞ്ഞു, നിങ്ങളുടെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് കാണുന്നു പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരൂടെ കയറിയിട്ട് ഈ മാതാവാണ് കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നത് പാത്രം ഉണ്ടോ എന്നൊക്കെ. പ്രവാചനം ഒന്നുമല്ല, നമ്മൾ ശാന്തമായിട്ട് വായിച്ചു നോക്കണം. സ്തോത്രം. കുഞ്ഞുങ്ങളോട് ചോദിക്കുക, ഇനിയും പാത്രമുണ്ട്. അപ്പൊ ആരെ പകർന്നുകൊണ്ടിരിക്കുന്നത്? അവള് പകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരുപാട് പേര് കാണത്തില്ല പ്രാർത്ഥിക്കാൻ വീട്ടില. ഒരു ജീവിതമേ കാണത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു പാത്രമേ കാണത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിക്കും, ദൈവമേ എൻ്റെ കൂടെ ഒരു പാത്രം കൂടെ കൂടിയായിരുന്നെങ്കിൽ, എൻ്റെ കൂടെ ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചാലും ദൈവം ഇതിലെ നിന്റെ ഒറ്റ പാത്രം മതി, ഒറ്റ പ്രാർത്ഥന മതി, ഒരു വിശ്വാസത്തിന്റെ ശക്തി മതി. അത് ദൈവം വ്യാപരിക്കുക മാത്രമല്ല, അനേക പാത്രങ്ങളിലേക്ക് പകർന്ന് കടങ്ങൾ വീട്ടി നിന്റെ ഉപജീവനം കഴിപ്പാനുള്ളതായിരിക്കുന്ന സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഈ ക്യാമ്പിലൊക്കെ വളരെ ഞെരുക്കത്തോടും പ്രയാസത്തോടും വരുമ്പോഴാണ്. എനിക്കൊന്നും കൊടുക്കുവാൻ കഴിയത്തില്ല. ഞാൻ അവരോട് ഇങ്ങനെ പറയും, നിങ്ങളുടെ 700 രൂപ 800 രൂപ 900 രൂപയൊക്കെ അവരുടെ ശമ്പളം. പടപടാന്ന് ഈ ചൂടത്ത് വീഴുന്നത്. അവരൊന്ന് സാക്ഷ്യം പറഞ്ഞു, പ്രാർത്ഥന പറഞ്ഞുകൊണ്ട്. സ്തോത്രം. ഈ 800 ഞാൻ പറയും, ഇത് ദൈവം നിങ്ങൾക്ക് പൊലിപ്പിച്ച് വർദ്ധിപ്പിച്ച് തരുവാനിടയായിട്ടും വിശ്വസിക്കത്തില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സൗരം വന്നിട്ട് സാക്ഷ്യം പറഞ്ഞു, എനിക്ക് ലഭിച്ച ഈ അല്പം പൈസ കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയ അന്ന് മുതലേ ദൈവം എൻ്റെ വീട്ടിൽ അതൊരു വലിയ ഉപനിധി പോലെ, ഒരു നഷ്ടമില്ലാതെ ലാഭം പോലെ നടത്തിയ കാര്യം പറഞ്ഞു. സ്തോത്രം. ഞാൻ അല്പമേ ഉള്ളതിൽ നമുക്ക് അനുഗ്രഹിച്ച് തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ അതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തുള്ളൂ. ഒരു 3-4 വിഷയങ്ങളുണ്ട്. ഹന്ന, അവൾക്കും ഒരു ഭൗതിക വിഷയമുള്ളതാണ്. പക്ഷെ ലക്ഷ്യം തെറ്റാതെ അവളും കാത്തിരിക്കേണ്ടവരെ കാത്തിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. യോസഫ് കാത്തിരിക്കേണ്ടവണ്ണം ധനവാനായിരുന്നു. സന്യസ്തൻ സംഘത്തിന്റെ ഏറ്റവും ഉന്നതനായിരുന്നു. എല്ലാ മേഖലയുണ്ട്. പക്ഷേ കാത്തിരിക്കേണ്ടതിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വരെ. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമയം അതിക്രമിച്ചല്ലോ. സ്തോത്രം. ഇന്ന് പകൽക്കാലം പല കാത്തിരിപ്പ് നമ്മൾ കഴിഞ്ഞാണ് ഇവിടെ വന്നത്. ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകുമ്പോഴും പല കാര്യങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുന്നു, ആ കാത്തിരിപ്പിനകത്തൊരു ദൈവ സാന്നിധ്യത്തിന്റെ നിറവുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ കാത്തിരിപ്പിന്റെ നടുവിൽ നിന്റെ പാത്രത്തിനകത്ത് ചോദിക്കുമ്പോൾ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ലെന്ന ധൈര്യത്തോട് പറയുന്നതായിരിക്കുന്ന ഒരു കാത്തിരിപ്പായി തീരട്ടെ. ഞാൻ ആ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തരും. ആ കാത്തിരിക്കുന്ന ഞാൻ ദൈവനാമത്തിലാണ്. ആ കാത്തിരിക്കുന്ന ദൈവം എനിക്ക് തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്താലാണ്. അത് ദൈവം നൽകും. അതിലൂടെ ഞാൻ എൻ്റെ രാജ്യത്തിൽ, എൻ്റെ നിത്യതയിൽ ഞാൻ പ്രവേശിക്കും. എനിക്കിവിടെ നഷ്ടം വരികയില്ല. ഈ ഭൂമിയിൽ എനിക്ക് കഷ്ടമുണ്ടെങ്കിലും അതിൽ എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് ദൈവമേതരെ. ഇന്ന് പകൽക്കാലം ഭൗതിക വിഷയങ്ങളുടെ കാത്തിരിപ്പുണ്ടെങ്കിലും അത് ആത്മാവിന്റെ നിറവിലായി പ്രത്യാശയോടുകൂടി ദൈവരാജ്യത്തിന്റെ കാത്തിരിപ്പോടുകൂടി നിന്നെ അനുഗ്രഹിച്ച് മാനിപ്പാൻ ശക്തനായ ഒരു നല്ല ഇടയന് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ കാത്തിരിപ്പ് ഈ ലോകത്തിന് വേണ്ടി പൂർണ്ണമായി തീരുവാനിടവരാതെ വരുവാനുള്ളതായിരിക്കുന്ന രാജ്യത്തിന്റെ ശക്തിയോട് ചേർത്തുകൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് ചേർത്ത് കെട്ടി പറയാം, ആ വിധയോട് മനസ്സലിഞ്ഞ ദൈവം നമ്മോട് മനസ്സലിയുവാൻ ഇന്ന് വൈകിട്ട് നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവം നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ്. ഈ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി ക്യാമ്പിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവമക്കളെ പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ പറയുന്നത് മറ്റൊന്നിനുമല്ല, ആ ഒരു ബോധം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ദൈവവചനം അവർക്ക് ഗ്രഹിപ്പാൻ. സ്തോത്രം. അതിന് എല്ലാം ചരടും ബന്ധിച്ച് പലതരത്തിലുള്ള ബന്ധനത്തിലാണ് വരുന്നത്. നമ്മൾ അവരുടെ മേൽ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കതൊരു വിടുതലായി തീരുവാൻ കർത്താവിനെ അറിയാം. ഞാൻ ഒന്നാഗ്രഹിക്കുന്നു, ഇവർ മടങ്ങി അവരുടെ ദേശത്ത് ചെല്ലുമ്പോൾ ഇനിയും വരുന്ന തലമുറയ്ക്കെങ്കിലും ഇവരെതിരെ നിൽക്കാതെ യേശുവിൽ ഒരു സത്യമുണ്ടെന്ന് അവർ പറയണം. അതിൻ്റെ ഒരു മനസ്സെങ്കിലും അവരിലാക്കി കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ അവരുടെ കുടുംബത്തിലെങ്കിലും ഈ രക്ഷകനെ പറയാൻ അവരൊരു മുഖാന്തരമായി തീരട്ടെ എന്നുള്ളൊരു ആശയം, ആഗ്രഹം, ഒരു കാത്തിരിപ്പും എൻ്റെ ഹൃദയത്തിലുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാൻ നൽകപ്പെട്ട അവസരത്തിനും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
കേൾപ്പിച്ച വചനത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഹല്ലേലൂയ നമ്മളോട് ആഹ്വാനം ചെയ്തല്ലോ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് കാത്തിരുന്ന് ബലപ്പെട്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പൗലോസ് സഹോദരൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് സമാപിക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ലവനായ ദൈവമേ, അടിയങ്ങളെ വിശ്വസിക്കുന്ന പിതാവേ, ദാനമായി തന്ന ഈ നല്ല സമയത്തിനായി കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ കർത്താവെ അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ഹല്ലേലൂയ ഈ ശുശ്രൂഷയെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കുമായി നന്ദിയോടെ സ്തോത്രം. യേശുവേ, ഇന്ന് വന്നത് ഹല്ലേലൂയ, ഇന്ന് ഞങ്ങളെ ഹല്ലേലൂയ അതാത് സ്ഥലങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പിച്ചത് ഹല്ലേലൂയ നിന്റെ ഹിതപ്രകാരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. ആരംഭം മുതൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, വചനം, കർത്താവേ, സങ്കീർത്തനം, ധ്യാനം കേൾക്കുവാൻ ഹല്ലേലൂയ, പാട്ടുകൾ പാടുവാൻ ഹല്ലേലൂയ, മധ്യസ്ഥത അണയ്ക്കുവാൻ, അത്ഭുതമേറിയ വചനം, കാത്തിരിപ്പിന്റെ വചനം ഹല്ലേലൂയ, എൻ്റെ യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഹല്ലേലൂയ യേശുവിൻ്റെ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനുള്ള മനസ്സിനായി ഹല്ലേലൂയ ഞങ്ങളെ സമർപ്പിക്കുന്ന പച്ച. ഞങ്ങളുടെ വഴികളിൽ ഹല്ലേലൂയ നിന്റെ സാന്നിധ്യം വേണോപ്പാ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ എൻ്റെ യേശുവിനെ കാത്തിരിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളുടെ കർത്താവെ ഹൃദയങ്ങളെ ശക്തീകരിക്കണമേ, ഒരുക്കണമേ. വചനം പറഞ്ഞ ദാസനായി സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചാട്ട് കർത്താവെ. അവൻ വെക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ കരം വെക്കുന്ന ഹല്ലേലൂയ തലകൾ അനുഗ്രഹിക്കപ്പെടണം കർത്താവെ. അനേകരെ യേശുവിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കണം നിന്റെ മകന്റെ ഹല്ലേലൂയ പ്രവർത്തനത്തെ വലുതാക്കണം കർത്താവെ. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നീ ചെയ്തു കൊടുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇതിന് നേതൃത്വം നൽകുന്ന മക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ, നീ ഇന്ന് പാപത്തെക്കുറിച്ച് ഹല്ലേലൂയ നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവിനെ നീ ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിറച്ചതിനായി സ്തോത്രം. എല്ലാത്തിനുമായി സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ആഴ്ച കൂടി വരുവോളും അവിടുത്തെ കൃപയുടെ കീഴിൽ അവിടുത്തെ കാവലിൽ ഞങ്ങളെ നിറച്ചനുഗ്രഹിച്ചാട്ട്, കൃപ കൊണ്ട് നിറച്ചാട്ട്. യേശുവെ, ഒരു തിരിച്ചറിവ് തന്നാട്ട്, ഒരു പാപത്തിൽ നിന്നൊരു വിടുതൽ തന്നാട്ട്, ഒരു പുതിയ വെളിച്ചത്തോടു കൂടി പുതിയ ആഴ്ച മുമ്പോട്ട് പോകുവാൻ തക്കോണം കൃപ തന്ന് സഹായിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാർ ക്ഷമിച്ചതുപോലെ കടം ദോഷവും ഞങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഇഷ്ടങ്ങൾ ഇഷ്ടമാണമേ. എന്താണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളാകുന്നു. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാന പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സമുദ്രസുവാസവും നാം എല്ലാവരുടെ മേലും ഇന്നത്തെ ശുശ്രൂഷ വ്യാപരിച്ച എല്ലാ നന്മകളുടെ മേലും കർത്താവേ വായന ശുശ്രൂഷദാസനോടും വചനം കേട്ട ഓരോ വ്യക്തി മേലും തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിലും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ആമീൻ. കർത്താവായ യേശുവേ വരയണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ചയും നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.